ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക് സ്റ്റെപ്സ് ടു റീസെർച്ച് ആണ്. സ്റ്റെപ്സ് ടു റീസെർച്ച് എന്ന ഒരു ടോപ്പിക് ആയിട്ട് പറയുകയാണെങ്കിലും സ്റ്റെപ്സ് കുറച്ചുള്ളെങ്കിലും അതിൻ്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സ് ഭയങ്കര വാസ്റ്റ് ആണ്, ഭയങ്കര എക്സോസ്റ്റീവ് ആണ്. ഒരു സെമസ്റ്ററിൽ യൂഷ്വലി പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങൾക്ക് സോഷ്യൽ വർക്ക് റിസർച്ചിൽ തന്നെ ഇത് പഠിക്കാനുണ്ട്. അതിലൊരു സെമസ്റ്ററിൽ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് നമ്മൾ ഒറ്റൊരു സെഷനിൽ കവർ ചെയ്യാൻ നോക്കുന്നത്. അതിലത്തെ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ഭാഗം ഇതിലേക്ക് കവർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോ സ്പീഡ് ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യാൻ നോക്കാം. ടോപ്പിക്സ് നമുക്ക് ഇന്ന് തീർന്നില്ലെങ്കിൽ നാളത്തേക്ക് നോക്കാം. നാളെ തീർന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അതിനനുസരിച്ച് തീരുമാനിക്കാം വേറെ ക്ലാസ് വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോ വിൽ സ്റ്റാർട്ട്. അപ്പോ സ്റ്റെപ്സ് ടു റീസെർച്ച് ആണെന്ന് കവർ ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ റിസർച്ച് എങ്ങനെ ചെയ്യണം എന്ന് ക്ലാസ് 9 വരെയാണോ 9 വരെയാണോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ടോപ്പിക് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് 9:30 വരെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ഒരു 9 ആകുമ്പോൾ നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ 9:30 വരെ ആയാൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ സ്റ്റെപ്സ് ടു റീസെർച്ച്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റീസെർച്ച് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രോസസ്സാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അത് ചെയ്യുന്നതെന്ന്. അപ്പൊ എന്താണ് സ്റ്റെപ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. കാരണം അത്രയും ടോപ്പിക് ഉള്ളതുകൊണ്ടും അത്രയും സാധനങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ടും ഇതിന്റെ അണ്ടറിൽ വരുന്ന എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ടോപ്പിക് തന്നെ കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ എന്തിനൊക്കെ റിലേറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന്. നമുക്ക് PYQs മാത്രമായിട്ട് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ PYQസിന്റെ ആൻസേഴ്സ് ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഫോർമുലേറ്റിംഗ് ദ റീസെർച്ച് പ്രോബ്ലം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന്റെ അണ്ടറിലാണ് നമ്മൾ ഇത്രയും സബ് ടോപ്പിക്സ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഒരു റിസർച്ച് പ്രോബ്ലം, റിസർച്ച് നടത്തുമ്പോൾ അതിന്റെ ആദ്യം റിസർച്ച് പ്രോബ്ലം എന്താന്ന് കണ്ടുപിടിക്കും. പ്രോബ്ലം ഉണ്ടായിരിക്കണം, എന്നാലേ റിസർച്ച് സ്റ്റാർട്ട് ആകുള്ളൂ. അപ്പൊ റിസർച്ച് പ്രോബ്ലം ഒരു ക്ലിയർ കൺസൈസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഒരു നോളേജിലെ ഗ്യാപ്പ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക് കൺസേൺ ഉള്ളത്, അതാണ് റിസർച്ച് പ്രോബ്ലം. അതാണ് നമ്മുടെ ഇതിന്റെ ഫൗണ്ടേഷൻ വരുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കും, വെൽ സ്ട്രക്ചേർഡ് ആണ്, എംപെരിക്കലി വെരിഫയബിൾ. റിസർച്ചബിൾ ആണ് നമുക്ക് സിമ്പിൾ ആയി പറയാം, പക്ഷെ എംപെരിക്കലി വെരിഫയബിൾ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഓരോ Excuse me, വാക്കുകളും ഇതിന്റെ പറയും. യെസ്, I'm sorry to interrupt. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉണ്ടോ? മാത്രമുള്ള പ്രശ്നമാണോ വേറെല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? ചാറ്റിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. നോ, ബ്രേക്ക് ആവുന്നില്ല. അപ്പൊ തന്റെ നെറ്റിന്റെ ഇഷ്യൂ ആവാം. ഓക്കെ, സോ ഓക്കെ, താങ്ക്സ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ റിസർച്ചബിൾ ആണ്. റിസർച്ചബിൾ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും, ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഫീസിബിൾ ആണ്. അപ്പോൾ റിസർച്ചിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് എന്തൊക്കെ റിസർച്ച് ചെയ്യണം എന്ന് തോന്നിയാൽ നമ്മുടെ കയ്യിലുള്ള ടൈമും റിസോഴ്സസും കൺസിഡർ ചെയ്ത് വേണം. സ്റ്റഡി, ഫീൽഡ് ഓഫ് സ്റ്റഡിക്ക് ഭയങ്കര റെലവെന്റ് ആയിരിക്കും. നമ്മളിപ്പോ ചെയ്യുന്ന സ്റ്റഡി നമ്മളത് ചെയ്ത് കഴിയുമ്പോഴേക്കും റെലവെന്റ് അല്ലെങ്കിൽ ഒരു ഉപകാരം ഇല്ല. പിന്നെ കോൺട്രിബ്യൂട്ട്സ് ടു നോവൽ ആയിരിക്കണം. നോവൽ എന്ന് വെച്ചാൽ യുണീക്ക് ആയിരിക്കണം. അതായത് എന്തെങ്കിലും പുതിയ നോളേജ് എക്സിസ്റ്റിംഗ് ഫീൽഡ് ഓഫ് നോളേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, എത്തിക്കൽ ആയിരിക്കണം. ഇതൊക്കെയാണ്. ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ഡയറക്റ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതിൽ നിന്ന് ഏതാണ് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതെന്ന് പറഞ്ഞ് ചോദിക്കാം. സെയിം റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെ റിസർച്ച് പ്രോബ്ലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ അതുപോലെ തന്നെ നോക്കുക. സോഴ്സസ്, എവിടെ നിന്നൊക്കെയാണ് റിസർച്ച് പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ്, ലിറ്ററേച്ചർ റിവ്യൂ, തിയറീസ് ആൻഡ് മോഡൽസ്, കറന്റ് സോഷ്യോ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ഇഷ്യൂസ്, എക്സ്പേർട്സ് ആയി ഡിസ്കഷൻസ്, പ്രീവിയസ് സ്റ്റഡീസ് ആൻഡ് റെപ്ലിക്കേഷൻസ്, പോളിസി ഡോക്യുമെന്റ്സ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ, അതായത് ഇതുപോലത്തെ നമ്മൾ കണ്ടുവരുന്നതും കേട്ടുവരുന്നതും ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയാസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ച് പ്രോബ്ലംസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലംസ് ആ റിസർച്ച് പ്രോബ്ലത്തിന്റെ ഒരു ഐഡിയ എങ്ങനെ കിട്ടുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ മെയിൻ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. ഒരു എസ്പെഷ്യലി നിങ്ങൾ PhD ഒക്കെ ചെയ്യുമ്പോൾ
ആ 3 to 5 വർഷം ആ ഇൻട്രസ്റ്റ് നിലനിൽക്കണം. അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴേക്കും ബോറടിക്കും. കാരണം ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടൊരു സാധനമാണ്, ലോൺലി ആയിട്ട് എക്സോസ്റ്റിംഗ് ആയിട്ടൊരു സാധനമാണ് PhD. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, മാനേജബിൾ ആയിരിക്കണം, കയ്യിലുള്ള ടൈമും റിസോഴ്സസും വെച്ച് മാനേജ് ചെയ്യാൻ പറ്റണം. പിന്നെ കോൺസെപ്റ്റ്, എന്ത് കോൺസെപ്റ്റാ അതെങ്ങനെ മെഷർ ചെയ്യുന്ന ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആഡക്വേറ്റ് ലെവൽ ഓഫ് സ്കിൽസ്, റിസർച്ചറിന് അത് ആ സ്പെസിഫിക് റിസർച്ച് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്കിൽസ് വേണം. നന്നായി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യണം, പക്ഷെ ഇന്റർവ്യൂ സ്കിൽസ് ഇല്ല. അപ്പൊ എങ്ങനെ ചെയ്യും? അപ്പോൾ ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് ഒന്നെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റണം ഓവർ ടൈം. അത് ചെയ്യുമ്പോഴേക്കും ഇപ്പൊ PhD-യിലാകുമ്പോൾ നമ്മൾ അതാ ചെയ്യുന്നത്, ബിൽഡ് ചെയ്യാ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ ആ ലെവൽ ഓഫ് സ്കിൽസ് ഉണ്ടായിരിക്കണം. റെലവൻസ്, നിങ്ങൾ ചിലപ്പോ നിങ്ങൾ റിസർച്ച് ഇപ്പൊ തുടങ്ങും, 7 വർഷം കഴിഞ്ഞിട്ട് അത് റെലവെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് കാരണം ഒരു ഉപകാരം ഇല്ലല്ലോ. അപ്പൊ റെലവെന്റ് ആയിട്ട് നിങ്ങൾ തീർക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്ന ടൈം ലൈനിന്റെ സമയത്ത് അത് റെലവെന്റ് ആയിരിക്കണം. പിന്നെ കാരണം അപ്പൊ ട്രെൻഡിങ് ആയ ടോപ്പിക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് റെലവെന്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപകാരം ഇല്ലല്ലോ. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ അവൈലബിൾ ആണോ? ഇതിന് ഒരിക്കലും എത്ര ഹോൾഡ് ഉണ്ടെങ്കിൽ ആക്സസ് കിട്ടില്ല ഡാറ്റയിലേക്ക്. അപ്പോ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് എന്തായാലും വരും. എസ്പെഷ്യലി നമ്മൾ ഹ്യൂമൻ സബ്ജക്ട്സ് ഒക്കെ ഇൻവോൾവ് ആണെങ്കിൽ എന്തായാലും എത്തിക്കൽ ഇഷ്യൂസ് വരും. പക്ഷെ അത് മറികടക്കാൻ പറ്റുന്ന എത്തിക്കൽ ഇഷ്യൂസ് ആണോ എന്ന് കൺസിഡർ ചെയ്യണം. അസംഷൻസ് നമുക്ക് വിടാം, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മതി. അസംഷൻസ് ഇൻ റിസർച്ച് അങ്ങനെ ചോദിക്കാറില്ല. ഇനി സ്റ്റെപ്സിൽ ആദ്യം വരുന്നത് ഐഡന്റിഫൈങ് എ ബ്രോഡ് ഇൻട്രസ്റ്റ് ഏരിയ. അതായത് ഒരു ബ്രോഡ് ഇൻട്രസ്റ്റ് ഏരിയ അല്ലെങ്കിൽ റിസർച്ച് ഏരിയ ഐഡന്റിഫൈ ചെയ്യും. അതിനെ സബ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ ഒരു പ്രിലിമിനറി ലിറ്ററേച്ചർ റിവ്യൂ നടത്തി. പ്രിലിമിനറി, ഇതാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ അല്ല, പ്രിലിമിനറി ആയിട്ട് ഒന്ന് അതിന്റെ ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ള മെയിൻ പേപ്പേഴ്സ് ഒക്കെ വായിച്ചിട്ട് ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പിക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ഗ്യാപ്സും റിസർച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ഫൈനൽ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫ്രെയിം ചെയ്യും. ഒരു പ്രോബ്ലം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി എന്ത്, ഫോർമുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് റിസർച്ച് പ്രോബ്ലത്തിന് മുന്നാണോ കഴിഞ്ഞിട്ടാണോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രിലിമിനറി ലിറ്ററേച്ചർ റിവ്യൂ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ പ്രിലിമിനറി ലിറ്ററേച്ചർ റിവ്യൂ ആണെങ്കിൽ അതാണ് ആദ്യം ചെയ്യുന്നത്. പക്ഷെ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് മാത്രമാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന എക്സ്റ്റെൻസീവിനെ കുറിച്ചാണ്. അത് സ്റ്റെപ്പ് നമ്പർ 2 ആണ്. അപ്പൊ ആ കൺഫ്യൂഷൻ വരുന്നത്, ഞാൻ പറഞ്ഞു പ്രിലിമിനറി ലിറ്ററേച്ചർ റിവ്യൂ ആണ് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെറ്റിക്കരുത്. പ്രിലിമിനറി എന്ന് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രിലിമിനറി ഒക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. മോസ്റ്റ്ലി നമ്മളത് ഫോളോ ചെയ്യുന്ന കണ്ടിട്ടില്ല, സ്റ്റെപ്സിൽ ഫോളോ ചെയ്യുന്ന കണ്ടിട്ടില്ല. സോ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും പ്രിലിമിനറി ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുമ്പോൾ മാത്രമേ അതുള്ളൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. അത് അടുത്ത സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് നമ്പർ 2 ആണ്. എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. അപ്പൊ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുകയാണ്. അപ്പൊ നമ്മൾ ജേർണൽസിൽ നിന്ന്, ബുക്സിൽ നിന്ന്, പേപ്പേഴ്സിൽ നിന്ന്, അക്കാഡമിക്കിൽ നിന്ന്, കോൺഫറൻസുകളിൽ നിന്ന്, എക്സിസ്റ്റിംഗ് തീസിസുകളിൽ നിന്ന്, പബ്ലിഷ്ഡ് റിപ്പോർട്ട്സിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നമ്മളിങ്ങനെ വായിക്കുകയാണ്. വായിച്ച് അബ്സ്ട്രാക്ട്സ് വായിക്കുന്നു, ആക്ച്വൽ പേപ്പേഴ്സ് വായിക്കുന്നു, മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടോപ്പിക്കിനെ പറ്റി. ഇങ്ങനെയാണ് നമ്മളൊരു തിയറട്ടിക്കൽ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് സ്ട്രോങ് ആക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈവൻ അറ്റ് സം പോയിന്റ് നമ്മുടെ ടോപ്പിക് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നത്, അതായത് ഇത് കഴിഞ്ഞിട്ട് എന്ത് ഒബ്ജക്റ്റീവ്സ് വേണം, എന്ത് ഹൈപ്പോത്തിസിസ് വേണം നമ്മൾ ഫോം ചെയ്യുന്നത് ഇതിന്റെ ബേസിസിലാണ്. അപ്പൊ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്താലേ നമുക്ക് പ്രോപ്പർ റിസർച്ച് ഗ്യാപ്പ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂ. നമുക്കൊരു ബ്രോഡ് ഐഡിയ ഉണ്ടാവും ആദ്യം, പക്ഷെ പ്രോപ്പർ എന്താ ഗ്യാപ്പ് എന്ന് മനസ്സിലാവുന്നത് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞിട്ടാണ്. അപ്പൊ പർപ്പസ് ഐഡന്റിഫൈ ഗ്യാപ്സ് ഇൻ എക്സിസ്റ്റിംഗ് റിസർച്ച്, അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പൊ ഓൾറെഡി നമ്മളെപ്പോഴും റിസർച്ച് നോവൽ ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റിസർച്ച് പ്രോബ്ലം നാരോ ഡൗൺ ചെയ്യണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ട്, അത് നാരോ ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, കൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടി, എസ്പെഷ്യലി ഇപ്പോൾ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ഒരു കാര്യമാണ്. എക്സാമിന് മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പ്രപ്പോസലൊക്കെ വെക്കുമ്പോൾ കാണാം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബേസിൽ. ഇന്ന് ഞാൻ ഒരു PhD ഓപ്പൺ ഡിഫൻസിന് ഇരുന്നപ്പോൾ അവർ പറഞ്ഞു കൺസെപ്ച്വലി ആ പേപ്പർ ഭയങ്കര സ്ട്രോങ്, തീസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അത് അവർക്ക് ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്.
അപ്പോൾ നമ്മൾ റെലവെന്റ് കാര്യങ്ങളെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ട് അത് പറഞ്ഞു. പിന്നെ ഫോർമുലേറ്റിംഗ് എയ്ഡ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ഒബ്ജക്ട്സ് ആൻഡ് ഹൈപ്പോത്തസിസ്, അതാണ് അടുത്ത സ്റ്റെപ്പുകൾ. അപ്പൊ അതിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലെവൽ ഓഫ് നോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ലിറ്ററേച്ചർ റിവ്യൂ ഹെൽപ്പ് ചെയ്യും. അപ്പോ കോമൺ ക്വസ്റ്റ്യൻ ആണ് വെച്ചത് ഫോളോയിങ് ഇസ് നോട്ട് എ പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന്. അപ്പോൾ ഇതറിയാമെങ്കിൽ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസിലി കളയാം. സോഴ്സസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് 3 സോഴ്സസിൽ നിന്നാണ്. പ്രൈമറി സോഴ്സസ് ഉണ്ടാവും, ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ട്സ്, തീസിസ്, റിസർച്ച് റിപ്പോർട്ട്സ്, ആർട്ടിക്കിൾസ്, റോ ഡാറ്റ ഒക്കെ ഉണ്ടാവും. സെക്കൻഡറി സോഴ്സസ് ഇന്റർപ്രിട്ടേഷൻ, സമ്മറീസ്. അപ്പോൾ നമ്മൾ ബുക്സ് മൊത്തമായിട്ട് വായിച്ചില്ലെങ്കിൽ അതിന്റെ റിവ്യൂസ് ഉണ്ടാവും, സമ്മറീസ് ഉണ്ടാവും, അതൊക്കെ പബ്ലിഷ്ഡ് ഉണ്ടാവും, അത് വായിക്കും. ടെർഷറി സോഴ്സസ്, അപ്പോൾ നമ്മൾ എൻസൈക്ലോപീഡിയാസ്, ഡാറ്റാബേസസ്, അതൊക്കെ നമുക്ക് ഇൻഡെക്സസ്. ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് നമ്മൾ സെക്കൻഡറി സോഴ്സസ് യൂഷ്വലി കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി ഓഫ് പ്രൈമറി സോഴ്സസ് കണ്ടുപിടിക്കാനുള്ള ഡാറ്റ ബേസസ് ആണ് ടെർഷറി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാത്തിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അത് ഐഡന്റിഫൈ എന്ത് ടൈപ്പ് ഓഫ് എന്ത് സോഴ്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കും നല്ലതാണ്. പിന്നെ ടെക്നിക്സ്, ലിറ്ററേച്ചർ റിവ്യൂ 3 രീതിയിൽ ചെയ്യാൻ പറ്റും. തിമാറ്റിക്കലി ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പേപ്പേഴ്സ് നമ്മൾ ബൈ തീംസ്, ബൈ ടോപ്പിക്സ് ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്യും. ക്രോണോളജിക്കലി ഓവർ ടൈം, ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തിപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സ് ആണെങ്കിൽ 2015 തൊട്ട് പിന്നെ 2025 വരെ ക്രോണോളജിക്കലി ചെയ്യും. അപ്പൊ എങ്ങനെയാണ് റിസർച്ച് ഇവോൾവ് ചെയ്തിട്ടുള്ള ഓവർ ടൈം. സിസ്റ്റമാറ്റിക്കലി ചെയ്യും. അപ്പൊ സിസ്റ്റമാറ്റിക്കലി ചെയ്യുമ്പോൾ SLR എന്ന് പറയും, സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ. അതാണെങ്കിൽ അതിൻ്റെതായ ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പറയുന്ന അനുസരിച്ച് ആ ഫ്രെയിം വർക്ക് ഫോളോ ചെയ്ത് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ട് SLR ചെയ്യാം. സിസ്റ്റമാറ്റിക് റിവ്യൂസ് ഇപ്പോൾ മെറ്റാ അനാലിസിസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോഴേ നമ്മുടെ പേപ്പറിന് കുറച്ചൊരു ഗും കിട്ടുന്നുള്ളൂ. അപ്പോ സിസ്റ്റമാറ്റിക് റിവ്യൂസ് ഭയങ്കര പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ അത് ഓർത്ത് വെക്കുക. ഇത് 3ഉമാണ് ഇപ്പൊ ചെയ്തു വരുന്ന. സ്കോപ്പിംഗ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് മതി നിങ്ങൾക്ക്. ഇപ്പോ പേര് കേട്ട് കഴിഞ്ഞാൽ അത് ഇതിന്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി സ്കോപ്പിംഗ് റിവ്യൂ എന്നും കൂടെ നിങ്ങൾ വേണമെങ്കിൽ എവിടെ നോട്ട് ചെയ്തോ. ഡാറ്റാബേസസ്, അപ്പൊ നമ്മൾ ടെർഷറി സോഴ്സിൽ കണ്ടു ഡാറ്റാബേസസ്. അപ്പൊ എന്തൊക്കെ ഡാറ്റാബേസസ് ഉള്ളത്? JSTOR, സ്കോപ്പസ്, ഗൂഗിൾ സ്കോളർ, പബ്മെഡ്, ശോധഗംഗ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്താണ് ഏതിനുള്ളതാണെന്നൊന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എങ്ങനെ ഡാറ്റാബേസസിന്റെ എക്സാമ്പിൾസ് ഇത് പിക്ക് ചെയ്യാൻ പറഞ്ഞേനെ ഏതൊക്കെയാണ് ഡാറ്റാബേസസ്, പേരെങ്കിലും കണ്ടുവെക്കുക. എല്ലാവർക്കും അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഗൈൻ മാസ്റ്റേഴ്സ് ലെവൽ സ്റ്റുഡൻസോ അതിന് മുകളിലുള്ള സ്റ്റുഡൻസോ ആണ്. അപ്പോൾ എന്തായാലും ഇതൊരു ഐഡിയ ഉണ്ടാവും. ഐഡന്റിഫൈങ് റിസർച്ച് ഗ്യാപ്സ്, അൺആൻസർഡ് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും അൺഎക്സ്പ്ലോർഡ് ഏരിയാസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് ഈ ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞിട്ടാണ്. നമുക്ക് എന്താണ് അത് സ്പെസിഫിക് ആയി കണ്ടുപിടിക്കുന്നത്, സ്പെസിഫിക് റിസർച്ച് ഗ്യാപ്സ് കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോ ഔട്ട്ഡേറ്റഡ് സ്റ്റഡീസ് നോക്കി, അണ്ടർ റെപ്രസെന്റേറ്റഡ് പോപ്പുലേഷൻസ്, അത് ഭയങ്കര അണ്ടർ റെപ്രസെന്റഡ് ടോപ്പിക്സ്, ഇൻകൺസിസ്റ്റൻസീസ് ഒക്കെ അനലൈസ് ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ റിസർച്ച് ഗ്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ടോപ്പിക് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റഡി ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണെന്ന് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോ ഗ്യാപ്പ് ഇസ് നോട്ട് ആബ്സെന്റ്. റിസർച്ച് ഗ്യാപ്പ് ആബ്സെൻസ് മാത്രമല്ല, ഒരു മീനിങ് റിസർച്ചബിൾ വോയിഡ് ആണ്. വോയിഡ് ആണെങ്കിലും അത് ഭയങ്കര മീനിങ് ആയിട്ട് ഒരു വോയിഡ് ആണ്, സീറോ അല്ല അത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഡൈവേർട്ട് ചെയ്തെന്നല്ല, നമുക്ക് ആവശ്യമുള്ളതാണ്. പോകേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, കാരണം ഇതിന്റെ ഭാഗമാണ്, റിസർച്ചിന്റെ ഭാഗമാണ്. എവിടെയാണ് ഇത് കുത്തിക്കയറ്റേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇതിൽ പഠിക്കാൻ പോവാണ്, വേരിയബിൾസ് പഠിക്കാൻ പോവാണ്. ഇപ്പൊ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പില് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് റിലേറ്റഡ് ടു സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ, ഒന്ന് റിലേറ്റഡ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പൊ വേരിയബിൾ എന്താന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ വേരിയബിൾ എന്ന് പറയുന്നത് എന്തൊരു മെഷറബിളോ ഒബ്സർവബിളോ ആയ ക്യാരക്ടറിസ്റ്റിക്, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ മാത്സിലൊക്കെ നമ്മൾ എക്സ് എന്ന് പറയും, എന്ത് വാല്യൂ അതിന് എടുക്കാം. അപ്പോ അക്രോസ് ഇൻഡിവിജ്വൽസ്, അക്രോസ് ടൈം, അക്രോസ് ഭയങ്കര ഡിഫറെന്റ് സിറ്റുവേഷൻസ്, ഈ വേരിയബിൾസ് ഓരോ വാല്യൂ എടുക്കും. അത് മെഷറബിൾ ആയിരിക്കും. മെഷറബിൾ ആയിട്ടൊരു ആട്രിബ്യൂട്ട് ആണ് വേരിയബിൾ. ഇതിൽ ഇമ്പോർട്ടന്റ് വരുന്നത് വേരിയബിൾ ടൈപ്സ് എന്താണെന്നാണ്.
അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ അതാണ് മാനിപ്പുലേറ്റർ, അതാണ് ഡിപെൻഡന്റ് വേരിയബിളിനെ, അതാണ് കോസ് എന്ന് തന്നെ പറയാം. അത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം. അപ്പൊ ഇൻ എ സ്റ്റഡി ഓൺ ദി എഫക്ട് ഓഫ് സ്ലീപ്പ് അവേഴ്സ് ഓൺ സ്റ്റുഡന്റ് പെർഫോമൻസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് അവേഴ്സ് ഓഫ് സ്ലീപ്പ് ആണ്. അത് എങ്ങനെയാണ് സ്റ്റുഡന്റ് പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡിപെൻഡന്റ് വേരിയബിൾ വരുന്നതാണ് സ്റ്റുഡന്റ് പെർഫോമൻസ് എന്നുള്ളത്, ഔട്ട്കം ഓർ എഫക്ട് ബീങ് മെഷേർഡ്. അപ്പൊ അതാണ് ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റ് വേരിയബിൾ. പിന്നെ കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടൊരു സാധനമാണ്. അതായത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് ആയി കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയി വെക്കുന്ന ഒരു വേരിയബിൾ ആണത്. അതായത് അത് എന്തും ആകാം. ഈ സ്പെസിഫിക് എക്സാമ്പിളിൽ തന്നെ വേണമെങ്കിൽ ടൈപ്പ് ഓഫ് ടെസ്റ്റ്, ഡിഫിക്കൽട്ടി ലെവൽ, ക്ലാസ് റൂം എൻവയറമെന്റ് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ അഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, വേറെ ഒരു ഫാക്ടേഴ്സും ഈ ഡിപെൻഡന്റ് വേരിയബിളിനെ അഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് റൂം എൻവയറമെന്റ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ, അത് കൺട്രോൾ വേരിയബിൾ അല്ലെങ്കിൽ കൺട്രോൾ എൻവയറമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൺട്രോൾ വേരിയബിൾ. മോഡറേറ്റർ വേരിയബിൾ എന്നാണ് ഒരു മീഡിയേറ്റർ പോലെ. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാതെ, സ്ലീപ്പ് പെർഫോമൻസ് സ്റ്റഡിയിലെ മോഡറേറ്റർ സ്റ്റുഡന്റ് മോട്ടിവേഷൻ ലെവലാണ്. അതായത് ഇപ്പൊ ചിലപ്പോൾ മോട്ടിവേറ്റഡ് ആയ ഒരു സ്റ്റുഡന്റ് എത്ര ഉറങ്ങിയാലും പെർഫോമൻസ് നന്നാക്കണം എന്ന് വെച്ചിട്ട് എത്ര ഉറങ്ങിയ ചിലപ്പോൾ കുറഞ്ഞുറങ്ങിയിട്ട് ഭയങ്കരമായി പെർഫോം ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ കൂടുതൽ ഉറങ്ങിയിട്ടാണെങ്കിൽ പഠിക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി കൂട്ടും. എത്ര പഠിക്കുന്നു അത്രയും ക്വാളിറ്റി ഓഫ് സ്റ്റഡി ഭയങ്കര കൂടുതലായതുകൊണ്ട് കൂടുതൽ പെർഫോം ചെയ്യും. അപ്പൊ സ്റ്റുഡന്റ് മോട്ടിവേഷൻ ലെവൽ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റർ വേരിയബിൾ ആയിട്ട് മാറും. അപ്പൊ ആ മോട്ടിവേഷൻ ചിലപ്പോൾ സ്ട്രെങ്തനും ചെയ്യാം, വീക്കനും ചെയ്യാം. എന്താ സ്ലീപ്പിന്റെ എഫക്റ്റ് പെർഫോമൻസിന്. ചിലവർ കൂടുതൽ ഉറങ്ങിയാൽ ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്യും. ചിലപ്പോൾ അവർ തലേന്ന് പഠിച്ച അപ്പൊ ആ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ആ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ, അത് മോഡറേറ്റർ ആയിട്ട് അവിടെ ഇതാകും. ഒരു മോഡറേറ്റർ വേരിയബിൾ ആവും. വേരിയബിൾസ് ആയതുകൊണ്ട് മോഡറേറ്റർ എന്തും ആവാം. ഇതൊരു ഈ സ്പെസിഫിക് എക്സാമ്പിളിന് വേണ്ടിയാണ്. പിന്നെ ഇന്റർവീനിങ്, ഇതാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീഡിയേറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർവീനിങ് വേരിയബിൾ ആണ് മീഡിയേറ്റിംഗ് വേരിയബിൾ അല്ലെങ്കിൽ ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്ലീപ്പ് അവേഴ്സ് ആണ്, ഡിപെൻഡന്റ് വേരിയബിൾ ടെസ്റ്റ് പെർഫോമൻസ് ആണ്. ഇപ്പൊ മീഡിയേറ്റർ വരുന്നത് ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അതായത് സ്ലീപ്പ് ഉണ്ടായാലേ കോൺസെൻട്രേഷൻ ഉണ്ടാവും, കോൺസെൻട്രേഷൻ ഉണ്ടായാലേ പെർഫോമൻസ് വരുള്ളൂ. അപ്പൊ അത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അഗൈൻ ഇതൊന്നും ഫിക്സ്ഡ് അല്ല, വേരിയബിൾസ് ആയതുകൊണ്ട് എന്തും ആവാം. പക്ഷെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് റിസർച്ച് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് വേരിയബിൾ വരാമെന്നാണ്. നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. മീഡിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത് കാണിക്കുന്നതാണ്. പിന്നെ എക്സ്ട്രേനിയസ് വേരിയബിൾ, അപ്പോൾ ഇത് ഒരു അൺകൺട്രോൾഡ് വേരിയബിൾ ആണ്. അതായത് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഫുൾ സ്റ്റഡിയുടെ വാലിഡിറ്റി മൊത്തത്തിൽ തെറ്റിക്കാൻ പറ്റുന്ന വേരിയബിൾ ആണ്. അപ്പോ സ്റ്റുഡൻസിന്റെ പ്രയർ നോളജ്, അതായത് മുൻകൂട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഭയങ്കര മുൻകൂട്ടി ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് ക്ലാസ്സിന് വേണ്ടി, അപ്പൊ നമുക്ക് പിന്നെ കാര്യമായിട്ട് ഈ സ്ലീപ്പ് ടെസ്റ്റ് പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മുൻകൂട്ടിയെ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺസെൻട്രേഷൻ കാരണമാണോ മോട്ടിവേഷൻ കാരണോ എന്താ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ അത് പറ്റില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ എക്സ്ട്രേനിയസ് വേരിയബിൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു അൺകൺട്രോൾഡ് വേരിയബിൾ ആണ്. അപ്പൊ അത് എല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്, ഒരു ഇതിന്റെ അടിയിൽ വരുന്നതാണ്. ബാക്കി കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത് അത് ജസ്റ്റ് വിത്ത് എക്സാമ്പിൾ പഠിക്കുക. എനി വാല്യൂ വിത്തിൻ എ റേഞ്ച്. ഇപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ എപ്പോഴും ക്ലാസ് ഇന്റർവെൽസിലായിരിക്കും. ഇപ്പൊ ഹൈറ്റ്, വെയിറ്റ്, ടൈം എല്ലാത്തിനും ഒരു ഇന്റർവെൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി കണ്ടിന്യൂസ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മെയിൻ മീഡിയം മോഡിൽ ചെയ്യും. അപ്പൊ എപ്പോഴും ക്ലാസ് ഇന്റർവെൽസ് ഉള്ളത് 0 to അപ്പൊ ഹൈറ്റ് ആണെങ്കിൽ 0 to 5 feet, പിന്നെ 5 feet to 6 feet, 6 feet to 7 feet,
എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, ക്ലാസ് അല്ലെങ്കിൽ ഇന്റർവെൽസ് ഉണ്ടാവും പ്രോപ്പർ ആയിട്ട്. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. അപ്പോൾ വിത്തിൻ എ റേഞ്ച് എന്ത് വാല്യൂ എടുക്കാൻ പറ്റുന്ന ഒരു വേരിയബിൾ ആണ്. ആ റേഞ്ചിൽ എന്തെങ്കിലും, അപ്പോൾ 0 to 6 feet 0 to 7 feet എന്തെങ്കിലും ഇത് എടുക്കുന്നതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. കാറ്റഗോറിക്കൽ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കാറ്റഗറീസ് കാണിക്കുന്നത്. അപ്പൊ ജെൻഡർ, റിലീജിയൻ, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇപ്പോ APL ആണ് BPL ആണ്, അപ്പോ അങ്ങനത്തെ സ്റ്റാറ്റസ് കാണിക്കുന്ന അല്ലെങ്കിൽ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പാണ്, കാസ്റ്റ്, അങ്ങനത്തെ ഗ്രൂപ്പ്സ് കാണിക്കുന്ന കാറ്റഗറിക്കൽ വേരിയബിൾ. പിന്നെ ഡിസ്ക്രീറ്റ് സെപ്പറേറ്റ് വാല്യൂസ് ആണ്. അപ്പോ ഡിസ്ക്രീറ്റിൽ വരുന്ന സ്പെസിഫിക് ലൈക്ക് ഫ്രീക്വൻസി കാണിക്കുന്ന ടൈപ്പ് വേരിയബിൾ ആണ്. അപ്പോ ഒരു സാധനം തന്നിട്ടുണ്ട്, ഇപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ, അതിന് സ്പെസിഫിക് നമ്പർ ഒരു ചിൽഡ്രൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബുക്സ് റെഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസന്റ്. അപ്പൊ ഒരു സ്പെസിഫിക് നമ്പർ അല്ലെങ്കിൽ സ്പെസിഫിക് വാല്യൂ തരുന്ന ഇതാണ്. നമ്മൾ പ്രോബ്ലംസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി മാർക്ക് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പ്രോബ്ലംസ് എന്നൊക്കെ പറയാം അതിനെ. പിന്നെ ആട്രിബ്യൂട്ട്, ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് കാൻ ബി മാനിപ്പുലേറ്റഡ്. ഈ വേരിയബിൾസ് ഒക്കെ യൂഷ്വലി ജസ്റ്റ് യൂസ്ഡ് ആണ്. അത് ഏത് വേരിയബിൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും അങ്ങനെ വരാറില്ല. ജസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പേരുകളെങ്കിലും ഏത് വേരിയബിൾ എന്താണ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് കാൻ ബി മാനിപ്പുലേറ്റഡ്, ഇപ്പൊ ഐ കളർ, ഏജ്, കളർ ഓഫ് സ്കിന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾറെഡി ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അതൊന്നും മാറ്റാൻ പറ്റില്ല നമ്മുടെ സ്റ്റഡിയിൽ. അങ്ങനത്തെ ഇത് ആട്രിബ്യൂട്ട് വേരിയബിളിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. പിന്നെ ആക്റ്റീവ് വേരിയബിൾ ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ബൈ ദ റീസെർച്ചർ. അപ്പൊ ഡോസേജ്, ടീച്ചിങ് മെത്തേഡ്, അതൊക്കെ മാറ്റി മാറ്റി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റഡി മാറ്റാം. അപ്പൊ അതാണ് ആക്റ്റീവ് വേരിയബിൾ. ഓക്കെ, ഇനി മെഷർമെന്റ് ഓഫ് വേരിയബിൾസ്. നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ റേഷ്യോ. ഇത് എന്തായാലും ഓർത്തിരിക്കുക, ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോ നമുക്ക് നോക്കാം. നോമിനൽ എന്ന് പറഞ്ഞാൽ നെയിമിങ്, ബേസിക്കലി ഒരു ഓക്കെ, മെഷർമെന്റ് ഓഫ് വേരിയബിൾസിനെ മെഷർ ചെയ്യാനുള്ള വഴിയാണ്. ഇതിന് ലെവൽസ് ഓഫ് മെഷർമെന്റ് എന്നും പറയും. അപ്പൊ ലെവൽസ് ഓഫ് മെഷർമെന്റ് അല്ലെങ്കിൽ മെഷർമെന്റ് ഓഫ് വേരിയബിൾസിൽ വരുന്നതാണ് സ്കെയിൽസ്. ഇപ്പൊ നോമിനൽ സ്കെയിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഡാറ്റേനെ ബേസിക്കലി എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്ത് നോക്കണം. ഇതില് ഡാറ്റയ്ക്ക് ഇതിന്റെ അടിയിൽ വരുന്ന ഡാറ്റയ്ക്ക് ഒരു ഓർഡറും ഒരു റാങ്കും ഇല്ല, ജസ്റ്റ് ലേബിൾസ് ആണ്. ഇപ്പൊ നമ്മള് അസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിലാണെങ്കിലും ജെൻഡർ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ, അതർ. അപ്പൊ തന്നെ നമ്മൾ വേണമെങ്കിൽ 1 2 3 എന്നായിട്ട് കൊടുക്കാം. റിലീജിയൻ ആകുമ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, അതർ. അപ്പൊ നമ്മൾ 1 2 3 4 എന്ന് അസൈൻ ചെയ്യാം. ഓൺലി കൗണ്ടിങ്, ഒരു ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ ആ നമ്പേഴ്സ് നമ്മൾ അതിന് അസൈൻ ചെയ്താലും അതിന് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നെയിമിങ് പ്രോസസ്സാണ്. ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവോ നെഗറ്റീവ്, അങ്ങനെ ജസ്റ്റ് നെയിമിങ് ആണ്. അപ്പൊ നോമിനൽ എന്ന് പറഞ്ഞാൽ നെയിം ഓൺലി. അതിനൊരു ഓർഡറോ നമ്മൾ ആ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു ഓർഡർ, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഫീമെയിൽ മെയിൽ അതർ എന്നാക്കിയാലോ അല്ലെങ്കിൽ അതർ മെയിൽ ഫീമെയിൽ എന്നാക്കിയാലോ അതിന്റെ ഓർഡർ ഇങ്ങോട്ടും അങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല, ജസ്റ്റ് നെയിംസ് ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് നോമിനൽ. നോമിനലാണ് ഉള്ളതിൽ ഏറ്റവും ലീസ്റ്റ് പവർഫുൾ സ്കെയിൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലീസ്റ്റ് പവർഫുൾ ലെവൽ ഓഫ് മെഷർമെന്റ്. ലെവൽ ഓഫ് മെഷർമെന്റ് നോക്കാം. ചിലപ്പോൾ അത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മെഷർമെന്റ് ഓഫ് വേരിയബിൾസ് എഴുതിയിരിക്കണേ, അതിൽ ചിലപ്പോൾ ലെവൽസ് ഓഫ് മെഷർമെന്റ് എന്ന് ചോദിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്തത് ഓർഡിനൽ ആണ്. ഓർഡിനലിന് റാങ്ക് ഉണ്ട്, റാങ്ക് ഓർഡറോ ഒരു സ്പെസിഫിക് ഓർഡറോ റാങ്ക് ഉണ്ട്. പക്ഷെ അത് രണ്ട് ഡാറ്റ തമ്മിലുള്ള ഇന്റർവെല് ഭയങ്കര കൺസിസ്റ്റന്റ് അല്ല. അതായത് ഇപ്പൊ റാങ്കിങ് ക്ലാസ്സിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ എടുത്തു വയ്ക്കാം. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡും തമ്മിലുള്ള ഒരു മാർക്കിന്റെ വ്യത്യാസമായിരിക്കില്ല ചിലപ്പോൾ സെക്കൻഡും തേർഡും തമ്മിൽ. ചിലപ്പോൾ ഒറ്റ മാർക്കിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ സെക്കൻഡും തേർഡും തമ്മിൽ. തേർഡും ഫോർത്തും തമ്മിൽ ചിലപ്പോൾ 20 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒട്ടും കൺസിസ്റ്റന്റ് ഇല്ല. ക്ലാസ്സിൽ നിന്ന് റാങ്കിങ്, മീഡിയൻ, പിന്നെ അതുപോലെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എടുത്തു വയ്ക്കാം. അപ്പൊ അതില് നമ്മള് ഹൈസ്കൂള്, നമ്മള് മിഡിൽ സ്കൂൾ, പ്രൈമറി സ്കൂള്, മിഡിൽ സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ.
പക്ഷെ നമ്മളിപ്പോ ഇതില് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴും ഇത് എല്ലാം തമ്മിലുള്ള ഇപ്പൊ പ്രൈമറി സ്കൂളിൽ നിന്ന് മിഡിൽ സ്കൂൾ വരെ 1-ാം ക്ലാസ് 2, 3, 4, 5. അപ്പൊ 5 വരെയാണ് എടുത്തു നിൽക്കുക. നമ്മൾ മിഡിൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വരെ അപ്പൊ ഒട്ടും ഡിഫൈൻ അല്ല. മിഡിൽ സ്കൂൾ ടു ഹൈസ്കൂൾ വരെ ചിലപ്പോ 5 വരെ അല്ല എടുത്തത്. അപ്പൊ 6, 7, 8 മാത്രമേ ഉള്ളൂ. 8. പിന്നെ നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് എടുക്കുന്നത് 9, 10 എന്നാണ്. ഹയർ സെക്കൻഡറി എടുക്കുന്നത് 10. അപ്പൊ ഒട്ടും ഇന്റർവെൽസ് കൺസിസ്റ്റന്റ് അല്ല. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ് ലോ, മിഡിൽ, ഹൈ. ലോ ടു മിഡില് നമ്മൾ റേഞ്ച് വെച്ചാല് മിഡിൽ ടു ഹൈ, മിഡില് തന്നെ കുറേ വരുന്നുണ്ടല്ലോ. ലോവർ മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്. അപ്പൊ ആ ഒരു ഡിഫറൻസ്, ആ ഇന്റർവെൽ ഇല്ലായ്മ. അപ്പൊ ഓർഡർ ഉണ്ട്, പക്ഷെ ഇന്റർവെല് കൺസിസ്റ്റന്റ് അല്ല. അതാണ് ഓർഡിനൽ ഓർഡർ. അങ്ങനെ ആലോചിക്കാം. ഇന്റർവെൽ സ്കെയില് ഇന്റർവെൽ ഉണ്ട്, ഈക്വൽ ഇന്റർവെൽ ഉണ്ട്. പക്ഷെ ഇതിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ നോ ട്രൂ 0 പോയിന്റ് എന്നാണ്. അതെന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ എടുത്തു. ടെമ്പറേച്ചറിൽ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ടെമ്പറേച്ചർ ഇല്ല എന്നല്ല. 0 ഡിഗ്രി എന്താ, ഫ്രീസിങ് പോയിന്റ് ആണ്. അപ്പൊ അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. 0 ആണെങ്കിലും 0 ഇസ് എ വാല്യൂ. 0 ഒരു മീനിങ് ഉള്ള ഒരു 0 ആണ്. അപ്പൊ ഇത് ട്രൂ 0 അല്ല. ട്രൂ 0 എന്ന് പറയുന്നത് 0ന്റെ ആക്ച്വൽ ട്രൂ ഫോം എന്താ, ഒന്നുമില്ലായ്മ, വോയിഡ്. അപ്പൊ ഇതിലാവുമ്പോ 0ന് വാല്യൂ ഉണ്ട്, ഒരു മീനിങ് ഉണ്ട്. IQ സ്കോർ ആണെങ്കിലും 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IQ ഇല്ല, അല്ലെങ്കിൽ ബുദ്ധി ഇല്ല, ഇന്റലിജൻസ് ഇല്ല എന്നല്ല. ഈ പെർട്ടിക്കുലർ സ്കെയിലില് 0 IQ ആണ് കാണിക്കുന്നത്. ആ ഒരു സ്കെയിലിൽ ആൾക്ക് ഒട്ടും ബുദ്ധി ഇല്ലാന്ന് ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കലണ്ടർ ഇയേഴ്സ് ആണെങ്കിലും 0 നമ്മളുടെ 0 എന്ന് പറയുന്നത് 0 BC എന്ന് പറയുന്നത് അതിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മള് അത് കൺസിഡർ ചെയ്യുക. നോ ട്രൂ 0 പോയിന്റ് എന്നുള്ള പോയിന്റ് ഫോക്കസ് ചെയ്യുക. ഇന്റർവെൽ സ്കെയിൽ ഈക്വൽ ഇന്റർവെൽസ് ആണ്, പക്ഷെ നോ ട്രൂ 0 പോയിന്റ്. റേഷ്യോയിലാകുമ്പോൾ എല്ലാം ഉണ്ട്. അതായത് ഇന്റർവെൽ സ്കെയിലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്, പിന്നെ ഒരു ട്രൂ 0 ഉണ്ട്. ഇപ്പൊ ഏജ് ആണെങ്കിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനിച്ചിട്ടില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 0 ആണ്. വെയിറ്റ് 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഡസൻ വെയിറ്റ്. അപ്പൊ എല്ലാം, അപ്പൊ മോസ്റ്റ്ലി അത് സ്ട്രേറ്റ് അപ്പ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അതിൽ ചെയ്യാൻ പറ്റും. അതാണ് റേഷ്യോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് പറ്റും. ഓക്കെ, അടുത്തത് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോ ഇതില് നമ്മളെല്ലാം ലിറ്ററേച്ചർ, അപ്പൊ നമ്മൾ ആദ്യം റിസർച്ച് പ്രോബ്ലം നോക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റിസർച്ച് ഗ്യാപ്പ് നമ്മുടെ ടോപ്പിക് ഫിക്സ് ആയി. ഇനി നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കണം. അപ്പൊ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾസ് ആണ്. അതായത് ഗൈഡ്, നമ്മളെ റിസർച്ചിനെ ഗൈഡ് ചെയ്യാണ്. എന്താണ് ഈ സ്റ്റഡി തീരുമ്പോഴേക്കും അക്കംപ്ലിഷ് ചെയ്യേണ്ടതെന്ന്. അതായത് സ്റ്റഡിയിൽ എന്താണ് റിസർച്ചറിനെ അക്കംപ്ലിഷ് ചെയ്യേണ്ട അവസാനം ആകുമ്പോഴേക്കും. അപ്പോ ഈ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെത്തഡോളജി ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ റിസർച്ച് ഡിസൈൻ, എന്ത് ടൂള് വേണം, എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അത് ആ ഫോക്കസ് വരുത്താൻ വേണ്ടിയാണ് ഒബ്ജക്റ്റീവ്സ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്മാർട്ട് ക്രൈറ്റീരിയ എന്ന് പറയും. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. എല്ലാത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഒന്നുപോലെ തോന്നും ക്രൈറ്റീരിയകളും. പക്ഷെ ഓർത്ത് വെക്കുക, സ്മാർട്ട് എന്നുള്ളത് സ്മാർട്ട് ആയിട്ടായിരിക്കണം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി, ഈ റിസർച്ചിലൂടെ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. ഹൈപ്പോത്തിസിസ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു എക്സ്പെക്ടേഷൻ വെക്കുകയാണ്, ഇതാണ് കണ്ടുപിടിക്കുക, ഫൈൻഡിങ്സിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. കാരണം അത് കുറച്ച് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്, ഡിഫറൻസ് ആയിട്ടും ആൾക്കാർ കൺഫ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇതായിട്ട്. അതുകൊണ്ടാണ് ഇത് പിന്നെ എടുത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ജനറൽ അല്ലെങ്കിൽ ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓവറോൾ പർപ്പസ് അല്ലെങ്കിൽ എയിം ഓഫ് ദി സ്റ്റഡി എന്ന് പറയാം. അപ്പൊ ടൈറ്റിലിനെ മാച്ച് ചെയ്ത്, യൂഷ്വലി ടൈറ്റിലും അല്ലെങ്കിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മാച്ച് ആകും.
സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് വരുമ്പോഴാണ് അത് കുഞ്ഞു മെഷറബിൾ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫൈൻഡിങ്സ് എഴുതുമ്പോഴും ഇതിനെ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. അപ്പൊ അതാണ് ജനറലും സ്പെസിഫിക്കും. ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. പ്രോസസ് വേഴ്സസ് ഔട്ട്കം ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്സ്, ഇത് ജസ്റ്റ് അതിന്റെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാം. പ്രോസസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഔട്ട്കം ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാം ടു അനലൈസ്, നമ്മളിപ്പോൾ എന്തെങ്കിലും എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ടു അനലൈസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടൂൾ ഓൺ അഡോളസെൻസ്, ഓൺ മെന്റൽ ഹെൽത്ത് ടൂൾ ഓൺ അഡോളസെൻസ്. എന്നിട്ട് പിന്നെ നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് ചിലപ്പോൾ ടു ഡിറ്റർമൈൻ ദി ഇംപ്രൂവ്മെന്റ് ഇൻ മെന്റൽ ഹെൽത്ത് അമോങ് അഡോളസെൻസ് ആഫ്റ്റർ ദി പ്രോഗ്രാം വാസ് ഇംപ്ലിമെന്റഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പ്രോഗ്രാം വാസ് ഇംപ്ലിമെന്റഡ്. അപ്പോൾ ജസ്റ്റ് രണ്ട് ടൈപ്പ് ഒബ്ജക്റ്റീവ് എങ്ങനെയായിരിക്കും എഴുതുന്നത് എന്ന് മാത്രമേ പ്രോസസ് ഓറിയന്റഡിലും ഔട്ട്കം ഓറിയന്റഡിലും ഉള്ളൂ. പക്ഷെ ഔട്ട്കം ഒബ്ജക്റ്റീവ്സ് യൂഷ്വലി ടൈ ചെയ്യുന്നത് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ആയിട്ടാണ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു നമ്മുടെ ഏറ്റവും എളുപ്പം. ഇത് ഇനി വരുന്നത് ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ടിലേക്കാളും കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മൾ എന്താണ് ഫൈൻഡിങ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ടു ഫൈൻഡ്, അപ്പൊ അതാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത്. ഇത് നമ്മൾ ചിലപ്പോൾ മുൻകൂട്ടി ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വായിച്ച തിയറീനെ ബേസ് ചെയ്തോ, പഴയ റിസർച്ചിനെ ബേസ് ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്വന്തം പേഴ്സണൽ ഒബ്സർവേഷനെ ബേസ് ചെയ്തോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് വെക്കുന്നത്. അപ്പൊ ഒരു ഗുഡ് ഹൈപ്പോത്തിസിസ് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കും, ടെസ്റ്റബിൾ ആയിരിക്കും, എംപെരിക്കൽ ടെസ്റ്റബിലിറ്റി ഉണ്ടാവും, സ്പെസിഫിക് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും, പ്രഡിക്റ്റീവ് പവറും ഉണ്ടാവും. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാമല്ലോ സിമ്പിൾ എന്ന് പറയുന്നത്. കാരണം ഇവൻ നമ്മൾ സാധാരണ മാസ്റ്റേഴ്സ് ഡെസർട്ടേഷൻ പിള്ളേരുടെ കാണുമ്പോൾ കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും അവർ ഹൈപ്പോത്തിസിസ്. ഇവൻ PhD ലെവൽ ഭയങ്കര സിമ്പിളായി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാത്ത നമ്മുടെ ഫീൽഡിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിരിക്കും ഹൈപ്പോത്തിസിസ് ആസ് ഫാർ ആസ് പോസിബിൾ. ഓക്കെ, ഓക്കെ. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്താന്ന് ആദ്യം നോക്കിയാലേ എങ്ങനെ അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് നോക്കാൻ പറ്റുന്നേ. അപ്പൊ റിസർച്ചേഴ്സ് ആഫ്റ്റർ ലിറ്ററേച്ചർ റിവ്യൂ, എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ, വർക്കിംഗ് ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യണം. അപ്പോ okay, so it's a speculation or theory formulated on insufficient evidence. അപ്പോ എക്സ്പെരിമെന്റേഷനിലൂടെയോ വെരിഫിക്കേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനമാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നത്. ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെയും ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യലാണ് മോസ്റ്റ്ലി ഒരു ഹൈപ്പോത്തിസിസിന്റെ ലൈക് പെർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ there is a positive relationship, correlation between performance, sleep, number of hours of sleep and performance on a test. നമ്മൾ ആ രണ്ടിതും റിലേറ്റ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പോ കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്ത് നമ്മുടെ സ്റ്റഡിയിലൂടെ. അപ്പൊ അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോത്തിസിസിൽ ഗൈഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റഡി. അപ്പൊ സ്റ്റഡി എങ്ങോട്ട് പോകണം എന്ന് ഗൈഡ് ചെയ്യുന്നത് ഹൈപ്പോത്തിസിസ് ആണ്. ഡാറ്റ കളക്ഷൻ നീഡ്സ്, നമ്മളൊരു ഹൈപ്പോത്തിസിസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം ഓക്കെ എന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ കളക്ട് ചെയ്യണം. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ് കണക്ഷൻസ്. പ്രൊമോട്ട്സ് ഒബ്ജക്ടിവിറ്റി, ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ റിസർച്ച് ഭയങ്കര ഫ്രീ ആയിരിക്കുമല്ലോ ഫ്രം ബയസ്, നമുക്ക് ഓൾറെഡി ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ ഫെസിലിറ്റേറ്റ് സയന്റിഫിക് ടെസ്റ്റിംഗ്. ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എംപെരിക്കലി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർ സ്റ്റാൻഡർഡൈസ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കും. ബ്രിഡ്ജസ് തിയറി ആൻഡ് പ്രാക്ടീസ്. ഹൈപ്പോത്തിസിസ് വെറും ഒരു തിയറിറ്റിക്കൽ ഐഡിയ ആണ്. അപ്പൊ അതിനെ ആക്ച്വലി ഫൈൻഡിങ്സ് ഒക്കെ വരുത്തണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അസിസ്റ്റന്റ് റിസർച്ച് ഡിസൈൻ. ഹൈപ്പോത്തിസിസ് ആയാലേ പിന്നെ നമുക്ക് സാമ്പിളിങ്ങും ടൂൾസും
സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്തെടുക്കണം എന്നോ. ശരിക്കും ഹൈപ്പോത്തിസിസും വേരിയബിൾസിനൊക്കെ ബേസ് ചെയ്താണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, റിസൾട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ഹൈപ്പോത്തിസിസ് ആണ്. പിന്നെ ഫർദർ റിസർച്ചിനും ഏറ്റവും യൂസ്ഫുൾ ആണ് ഇത്. ഇത് ജസ്റ്റ് നിങ്ങൾ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന മാത്രം അയച്ചു പോവാ ഇതിന്റെ സമയത്ത്, പഠിക്കുന്നതിന് സമയത്ത്. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നൾ ഹൈപ്പോത്തിസിസ് ആകുമ്പോൾ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും ഡിഫോൾട്ട് അസംഷൻ. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിലും ഡിഫോൾട്ട് അസംഷൻ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. അതിനെയാണ് പിന്നെ നമ്മൾ ഡിസ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചതല്ല എന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ യൂഷ്വലി നൾ ഹൈപ്പോത്തിസിസ് ആണ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ലേണിംഗ് ഔട്ട്കംസ് ബിറ്റ്വീൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്. അതിനെ കോൺട്രഡിക്ട് ചെയ്ത് നൾ ഹൈപ്പോത്തിസിസിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അപ്പം ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഇംപ്രൂവ് ലേണിംഗ് ഔട്ട്കംസ് മോർ ദാൻ ഓഫ്ലൈൻ ക്ലാസ്സസ്. അപ്പൊ ഇത് പറഞ്ഞ് നൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസുമായി H0 H1 അല്ലെങ്കിൽ HA എന്ന് പറയും. അപ്പോ ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി ഉണ്ട് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്, അത് നമുക്ക് നോക്കാം. ഇത് ബിക്കോസ് എക്സാമിന്റെ ഓപ്ഷൻസിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഏതാണെന്ന് അറ്റ്ലീസ്റ്റ് ആ ഫങ്ഷൻ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയാണ്. ഇപ്പൊ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡയറക്ഷൻ, അതായത് വേരിയബിൾസ് തമ്മിലുള്ള അവരുടെ റിലേഷൻഷിപ്പ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു. അപ്പോ ഒരേ ഡയറക്ഷനിലേക്കാണോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണോ, അത് ഒരെണ്ണം മുകളിൽ പോകുമ്പോൾ ഒരെണ്ണം താഴത്തേക്കാണോ, അത് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റുഡൻസ് ഹു മെഡിറ്റേറ്റ് സ്കോർ ഹയർ ദാൻ ദോസ് ഹു ഡോണ്ട്. അപ്പൊ ഈ സ്കോർ ഹയർ എന്നുള്ളത് അതാണ് ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിന് അണ്ടറിൽ വരുന്നതാണ് പൊതുവെ നോൺ ഡയറക്ഷണൽ. അതിനെ ടു ടൈൽഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസിനെ വൺ ടൈൽഡ് ഹൈപ്പോത്തിസിസ്. ഇത് രണ്ടും നോട്ട് ചെയ്തോ, കാരണം ചിലപ്പോൾ വൺ ടൈൽഡ് ആയിട്ട് ചോദിക്കും. വൺ ടൈൽ വിച്ച് വാട്ട് ഇസ് ഇറ്റ്, വൺ ടൈൽ ഹൈപ്പോത്തിസിസ് ഓൾസോ കോൾഡ് വാട്ട്. അപ്പൊ അതിന് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എഴുതാം. ടു ടൈൽ ഹൈപ്പോത്തിസിസിനെ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. So there is a significant difference in exam scores between students who meditate and those who don't. അപ്പൊ again alternative hypothesis പോലെ തന്നെയാണ്. അതിന് ഡയറക്ഷൻ ഇല്ല, ജസ്റ്റ് ഡയറക്ഷണലിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ ഡയറക്ഷൻ. പക്ഷെ യൂഷ്വലി അത് ഓൾട്ടർനേറ്റീവിന്റെ കൂടെ ഗ്രൂപ്പ് ചെയ്ത് വിടുന്നതാണ്, കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം തിങ്. ജസ്റ്റ് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ഡിക്ലറേറ്റീവ്, കോംപ്ലക്സ്, സ്റ്റാറ്റിസ്റ്റിക്കല്, പിന്നെ അതുപോലെ ഡിസ്ക്രിപ്റ്റീവ്, റിലേഷണല്, ഇതെല്ലാം ടെസ്റ്റബിൾ ഹൈപ്പോത്തിസിസ് ആണ്. ഇത് ബൈ നെയിം അങ്ങനെ എടുക്കാറൊന്നുമില്ല. പക്ഷെ ഇറ്റ് ജസ്റ്റ് ഷോസ് നമ്മുടെ തീസിസിലും നമ്മുടെ ഡെസർട്ടേഷനിലൊക്കെ നമ്മൾ ഹൈപ്പോത്തിസിസ് എഴുതുമ്പോൾ എന്ത് ടൈപ്പ് അതാകാം, എന്ത് ടൈപ്പ് ഒക്കെ എഴുതാം എന്ന് കാണിക്കുന്നതാണ്. അപ്പോ ഡിക്ലറേറ്റീവ് ആകുമ്പോൾ ജസ്റ്റ് നമ്മളൊരു പ്രഡിക്ഷൻ സ്റ്റേറ്റ് ചെയ്യാണ്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കലോ ഡയറക്ഷനിലോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ദർ എക്സിസ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരന്റൽ സപ്പോർട്ട് ആൻഡ് സ്റ്റുഡന്റ് കോൺഫിഡൻസ്. നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രം ഡിക്ലെയർ ചെയ്യാണ്. കോംപ്ലക്സ് ആകുമ്പോൾ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിപെൻഡന്റ് വേരിയബിൾസോ ഉണ്ടാവും. ടീച്ചിങ് മെത്തേഡ് ആൻഡ് സ്റ്റുഡന്റ് ഹാബിറ്റ് അഫക്ട് ബോത്ത് അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് മോട്ടിവേഷൻ. അപ്പൊ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളും രണ്ട് ഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. അപ്പൊ അതൊരു കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് ആണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് നിങ്ങൾ വിട്ടോ, അത് ഓക്കെ. ഡിസ്ക്രിപ്റ്റീവ്, അപ്പോ ദി ആവറേജ് ഏജ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ഇസ് 80. ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ ഇല്ല, അതിലൊരു റിലേഷൻഷിപ്പോ കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ്. പൊതുവെ ഞാൻ നമ്മുടെ ഇതിൽ കണ്ടുവന്നിട്ടില്ല. പിന്നെ റിലേഷണൽ ഹൈപ്പോത്തിസിസ് റിലേഷൻഷിപ്പ് കാണിക്കുകയാണ്. അപ്പൊ കോറിലേഷൻ, അപ്പൊ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ടൈം റീഡിങ് ടൈം സ്പെൻഡ് റീഡിങ് ആൻഡ് വൊക്കാബുലറി, അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ടൈം സ്പെൻഡ് റീഡിങ്. നമ്മൾ കോറിലേഷനെ പറ്റിയൊക്കെ പഠിച്ചല്ലോ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്. നമുക്ക് കുറച്ചും കൂടെ
നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് കവർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യമായിട്ട് എങ്ങനെയാണ് എന്തൊക്കെ വാക്കാണ് ഓരോ ഹൈപ്പോത്തിസിസിൽ യൂസ് ചെയ്യാം എന്ന് പറയാം. ഇപ്പോൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വാക്കാണ് ഉപയോഗിക്കുക, കൈ സ്ക്വയർ ആണെങ്കിൽ എന്ത് വാക്കാണ് ഹൈപ്പോത്തിസിസിൽ വരാം, അത് നമുക്ക് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് അപ്പം നോക്കാം. പിന്നെ എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തിസിസ്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. അപ്പൊ കോസ് റെഗുലർ എക്സസൈസ് ലീഡ്സ് ടു ഇംപ്രൂവ് കോൺസെൻട്രേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ കോസ് ആൻഡ് എഫക്ട് കാണിക്കുകയാണ്. അപ്പോൾ അതാണ് എക്സ്പ്ലനേറ്ററി, നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഹൈപ്പോത്തിസിസിലൂടെ. ഓക്കെ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ സ്റ്റെപ്സ് ആണ്. അപ്പോ ബേസിക്കലി ആദ്യം നമ്മൾ H0 H1, അതായത് നൾ ഹൈപ്പോത്തിസിസ് H0, നൾ ഹൈപ്പോത്തിസിസ് ആണ് H1, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. അത് സെറ്റ് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യും. പിന്നെ സിഗ്നിഫിക്കൻസ് ലെവൽ സെറ്റ് ചെയ്യും. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. സിഗ്നിഫിക്കൻസ് ലെവൽ മോസ്റ്റ്ലി റിസർച്ചിൽ 0.05 ആണ്, അറ്റ്ലീസ്റ്റ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ 0.05 ആണ്. സയൻസ് റിസർച്ചിൽ ഐ എം നോട്ട് ഷുവർ, ബട്ട് ഇൻ ജനറൽ കോമൺലി എല്ലായിടത്തും സയൻസ് സിഗ്നിഫിക്കൻസ് ലെവൽ 0.05 ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ നമ്മുടെ വേരിയബിൾ അനുസരിച്ചും നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചും അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ചൂസ് ചെയ്യും. അപ്പൊ ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോഴാണ് നമുക്ക് ഈ ലെവൽസ് ഓഫ് മെഷർമെന്റ് ഒക്കെ ആവശ്യം കേട്ടോ. ഏത് ടെസ്റ്റ് കറക്റ്റ് എടുക്കണം എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആ ലെവൽസ് ഓഫ് മെഷർ, നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ റേഷ്യോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ടോപ്പിക് കാര്യമായി പഠിക്കണം. കാരണം ആ ടോപ്പിക് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ടെസ്റ്റ്, അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ചൂസ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാൻ പറ്റില്ല. പിന്നെ കമ്പ്യൂട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, കമ്പയർ പി വാല്യൂ. അപ്പൊ നമ്മള് ഫൈൻഡിങ്സ് വന്നു കഴിയുമ്പോൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പി വാല്യൂ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പോൾ പി വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്ത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യാണോ, അല്ലെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്ത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യും. അത് നമുക്ക് അഗൈൻ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ടെസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നോ മതി. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് വരാം. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്താലും മനുഷ്യന്മാരായിട്ട് ചെയ്താലും നമ്മളുടെ എന്തെങ്കിലും ഹ്യൂമൻ എറേഴ്സ് എന്തെങ്കിലുമൊക്കെ കാരണം ടെസ്റ്റിങ്ങിൽ എറർ വരാം. അപ്പോൾ ഇത് കോമൺലി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ എഴുതിയപ്പോഴും 2023 ടൈപ്പ് 1 ടൈപ്പ് 2 പറ്റി എറർ ഉണ്ടായി. ഇതുപോലെ ടേബിൾ വരച്ച് തന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്ക് അല്ലാതെ ഓർത്ത് വെക്കാനുള്ള ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ട് ഇതേ ടേബിള് അതുപോലെ തന്നെ വരച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോ ബേസിക്കലി ടൈപ്പ് 1 എറർ ആണെങ്കിൽ ഫോൾസ് പോസിറ്റീവ് ആണ്. അതായത് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ആയാലും ട്രൂ എന്ന് ലൈക്ക് അത് ഫോൾസ് ആയിട്ട് പോസിറ്റീവ് കാണിക്കുകയാണ്. അതായത് സത്യമല്ലെങ്കിലും സത്യമാണ് എന്ന് കാണിക്കുകയാണ് അത്. പിന്നെ ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഫോൾസ് നെഗറ്റീവ് ആണ്. അതായത് സത്യമാണെങ്കിൽ അത് തെറ്റായിട്ട് കാണിക്കുന്നതാണ്. ബേസിക്കലി അത് കുറച്ചുകൂടെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ടൈപ്പ് 1 എറർ, ഒരു നൾ ഹൈപ്പോത്തിസിസ് ആക്ച്വലി ട്രൂ ആയപ്പോഴും അതിനെ റിജക്ട് ചെയ്യുന്നതാണ് ടൈപ്പ് 1 എറർ. ഫോൾസ് പോസിറ്റീവ് എന്ന് പറയും. അതായത് നമ്മൾ ഓൾട്ടർനേറ്റ് നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഫോൾസ് ആയിട്ടൊരു പോസിറ്റീവ് റിസൾട്ട് ആണ് നമ്മൾ എടുക്കുന്നത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ബേസിക്കലി മെഡിക്കൽ റിസർച്ചിലൊക്കെ ഒരു ഡ്രഗ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് 1 എറർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഫോൾസ് പോസിറ്റീവ് ആയ ഒരു കാര്യം. കോവിഡ് ഇല്ലെങ്കിലും കോവിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്നു, മരുന്നുകൾ തരുന്നു, നമ്മുടെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതൊരു വലിയ പ്രശ്നമാണല്ലോ. ഫോൾസ് പോസിറ്റീവ്, അതാണ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഫോൾസ് നെഗറ്റീവ് ആണ്. അതായത് അത് നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആയിട്ടും അതിനെ റിജക്ട് ചെയ്യാണ്. അപ്പോ എക്സാമ്പിൾ ഇപ്പോ കൺക്ലൂഡിംഗ് ദാറ്റ് മെഡിസിൻ ഡസൻ വർക്ക് വെൻ ഇറ്റ് ആക്ച്വലി ഡസ്. ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു മെഡിസിൻ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുമ്പോൾ അത് നഷ്ടമാണല്ലോ മൊത്തത്തില്. അപ്പൊ അതാണ് ടൈപ്പ് 2 മിസ് ഡിറ്റക്ഷൻ. അതായത് ട്രൂത്ത് ഡിറ്റക്ട് ചെയ്യാനുള്ളൊരു വഴി അത് തടഞ്ഞിരിക്കുകയാണ്. അപ്പൊ മിസ് ഡിറ്റക്ഷൻ എന്ന് പറയാം ടൈപ്പ് 2. അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങൾക്ക് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പഠിച്ചു. എനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല, എനിക്കും ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടേബിൾ വരച്ച് തന്നെ ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ അത് ഓർത്ത് വെച്ചില്ലെങ്കിൽ ടേബിൾ എങ്കിലും നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടാനുള്ള വഴി ഉണ്ടാവും. അതൊന്ന് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ഫോൾസ് പോസിറ്റീവ് എന്നും ഫോൾസ് നെഗറ്റീവ് എന്നും ഉള്ളത്. അതായത് നിങ്ങൾ ടേബിൾ നോക്കാതെ ആണെങ്കിൽ വിത്ത് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അതായത് ഒരു ടൈപ്പ് 1 ആകുമ്പോൾ ഒരു ഡ്രഗ് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും വർക്ക് ചെയ്യാത്ത ഡ്രഗ്. അപ്പൊ ക്യാൻസറിന് ഇത് ക്യൂർ ആണെന്ന് പറയുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. അത് ഫോൾസ് പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ കോവിഡിന്റെ ഞാൻ പറഞ്ഞ എക്സാമ്പിള് അങ്ങനെയാണ് എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുള്ളൂ. നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ ടെസ്റ്റിങ് പഠിച്ചു കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ പി വാല്യൂ അങ്ങനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് തിരിച്ചിതിലേക്ക് വരാം. ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞുതരാം. ഞാനൊന്നും കൂടെ നോക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെ ഇത് പറഞ്ഞു തരുന്നതെന്ന്. എൻ്റെ ഒരു സജഷനിൽ ടേബിൾ തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു ടൈമില് പെട്ടെന്ന് ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ യൂസ്ഫുൾ ടേബിൾ ആണ്. സോ ഞാൻ നെക്സ്റ്റ് ക്ലാസ് ക്ലിയർ ചെയ്ത് തരാം അത്. ഓക്കെ, അടുത്തത് 5th ഇതാണ് റിസർച്ച് ഡിസൈൻ ആണ്. സോ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഓവറോൾ പ്ലാൻ. സ്റ്റഡി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ കൺസിഡറേഷൻസ് ഉണ്ട്. ഇതൊന്നും വലിയ ഒബ്ജക്റ്റീവ്സ് നോക്കാം. സ്റ്റഡി വാലിഡ് ആണോ, റിലയബിൾ ആണോ, ഒബ്ജക്റ്റീവ് ആണോ. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടുണ്ടോ വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. ബയസും എററും കുറയ്ക്കാൻ വേണ്ടിയാണ് ഏറ്റവും നല്ല റിസർച്ച് ഡിസൈൻ ഇതാക്കിയത്. നിങ്ങൾക്ക് ബയസും എററും പരമാവധി കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് നമ്മളിപ്പോൾ ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്തു. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഗുഡ് റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിലാണ്. പിന്നെ നമ്മുടെ ഉള്ള റിസോഴ്സസിൽ തന്നെ നമ്മുടെ റിസർച്ച് ചെയ്യണം. അപ്പൊ അതിന് ബെസ്റ്റ് വേ റിസർച്ച് ഡിസൈൻ അതിനനുസരിച്ച്. ചിലത് ഭയങ്കര എക്സോസ്റ്റീവ് ഭയങ്കര എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻ ആയിരിക്കും. നമ്മൾ അപ്രോപ്രിയേറ്റ് ഇത് ചൂസ് ചെയ്യണം. എസെൻഷ്യൽസ്, അപ്പൊ ഈ വാക്കുകൾ ജസ്റ്റ് നോക്കിയാൽ മതി. എസെൻഷ്യൽസ് ഈ വാക്കുകളെ ബേസ് ചെയ്തിട്ടാണ് പൊതുവെ ഫീസിബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്ടിവിറ്റി, ജനറലൈസബിലിറ്റി, ടൈം, കോസ്റ്റ്, റീസോഴ്സസിനൊക്കെ ഫീസിബിലിറ്റി എന്നുള്ള വാക്ക് വരും. അപ്പൊ അങ്ങനത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ മീനിങ് അറിഞ്ഞിരുന്നാൽ മതി. സോ പിന്നെ ബാക്കി കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതുള്ളൂ. റിസർച്ച് ഡിസൈനിൽ ഫസ്റ്റ് വൺ ടൈപ്സ് നോക്കുകയാണ് നമ്മള്. അപ്പൊ എക്സ്പ്ലോറേറ്ററി, അപ്പൊ അൺനോൺ ഐഡിയാസ് ഒക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ നോക്കും. അപ്പൊ ആ ഫീൽഡിൽ മുൻകൂട്ടി ഇതിനെപ്പറ്റി ഒരു ഐഡിയാസും ഇല്ല, ഒട്ടുമില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാണ്. ആ പുതിയ ഫീൽഡ് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാണ്. അതിനു വേണ്ടിയാണ് ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എടുക്കുന്നത്. അപ്പോൾ അത് ഇന്റർവ്യൂസിലൂടെ, ഫോക്കസ് ഗ്രൂപ്പ്സിലൂടെ ഒക്കെയാണ് ചെയ്യുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ആണ് ആദ്യത്തെ. ടു എക്സ്പ്ലോർ അൺനോൺ ഏരിയാസ്, അല്ലെങ്കിൽ പുതിയ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈനിന് കിട്ടുന്ന ഔട്ട്കമിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ആ ഫീൽഡിൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസും പിന്നെ മിക്സ് സ്റ്റഡീസും പിന്നെ ഫർദർ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസും ഒക്കെ വരുന്നത്. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. നമ്മളിതൊക്കെ ഓൾറെഡി ഈ വാക്കുകളും ഇതുപോലത്തെ സ്റ്റഡി റിസർച്ച് ഒക്കെ ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് കുറേ കൂടി ഈസി ഉണ്ടാവും ഇത് കവർ ചെയ്യാൻ. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിൽ വരുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ പോപ്പുലേഷന്റെ ഫിനോമിനെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ സർവേസ്, ഒബ്സർവേഷണൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ, നിങ്ങളിപ്പോ കോസ് ആൻഡ് എഫക്ട് കാണിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിള് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേണം അതിന്റെ എഫക്ട് ഡിപെൻഡന്റ് വേരിയബിൾ കാണിക്കാൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൽ പിന്നെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യാം. അപ്പൊ റാൻഡം അസൈൻമെന്റ്, കൺട്രോൾ ആൻഡ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്സ് ഇതെല്ലാം വരും. അപ്പൊ ബേസ്ഡ് ഓൺ യുവർ ഒബ്ജക്റ്റീവ്സ്, ബേസ്ഡ് ഓൺ യുവർ റിസർച്ച് പ്രോബ്ലം, ഹൈപ്പോത്തസിസ് എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എടുക്കുക.
കോറിലേഷണൽ റിസർച്ച് ഡിസൈൻ, ഇപ്പോൾ ആ 2 or more വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി. അപ്പൊ കോറിലേഷൻ മാത്രം കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിൽ എന്തും ആകാം, ഇങ്ങനത്തെ ടൈപ്പ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കാം കോസ് ആൻഡ് എഫക്റ്റിൽ. കോറിലേഷനിൽ നമ്മൾ ശരിക്കും കോറിലേഷൻ മാത്രമാണ് നോക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ഒരു സർട്ടൻ ഇതിന്റെ റൂട്ട് കോസ് അഥവാ പ്രോബ്ലം എന്താണ് കോസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് ഡയഗ്നോസ്റ്റിക്. യൂഷ്വലി മെഡിക്കൽ സൈക്കോളജിക്കൽ സെറ്റിംഗ്സിലൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ. പിന്നെ എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ കോസൽ കമ്പാരിറ്റീവ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഒരു സാധനം നടക്കുന്നത് അല്ലെങ്കിൽ ഫിനോമിന നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ജസ്റ്റ് ഒരു കമ്പാരിസൺ സ്റ്റഡി പോലെ നോക്കാം. എന്താണ് കമ്പയർ ചെയ്തിട്ട് അതിന്റെ കോസ് കണ്ടുപിടിക്കലാണ്. ഓക്കെ, പിന്നെ ലോഞ്ചിറ്റ്യൂണൽ, ഇപ്പോൾ സെയിം സബ്ജക്ട് ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം പഠിക്കലാണ് ലോഞ്ചിറ്റ്യൂണൽ. ക്രോസ് സെക്ഷനിലാകുമ്പോൾ കുറെ ഡിഫറെന്റ് സബ്ജക്ട്സ് ഓവർ 1 point ഓഫ് ടൈം. അതാണ് ലോഞ്ചിറ്റ്യൂണലും ക്രോസ് സെക്ഷനലും. കൺക്ലൂസീവ് എന്ന് പറയുമ്പോൾ കൺക്ലൂസീവില് നമ്മൾ ജസ്റ്റ് ബേസിക്കലി ഇൻസൈറ്റ്സ് വെരിഫൈ ചെയ്യാൻ, അതായത് കൺക്ലൂസീവ് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇൻസൈറ്റ്സ്, ടെസ്റ്റ് ഹൈപ്പോത്തിസിസ്, ഇതൊക്കെ കുറെ ഒരേപോലെ തോന്നും. ഇനി വരാൻ പോകുന്നതൊക്കെ ഒരേപോലെ തോന്നും. ഇതിന് ജസ്റ്റ് ബേസിക് ഫങ്ഷൻ ഇനി വരാൻ പോകുന്നില്ല. ലോഞ്ചിറ്റ്യൂണലില് ക്രോസ് സെക്ഷണൽ വരെ ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൺക്ലൂസീവ്, ഇതിനെ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ നമ്മളിപ്പോ കണ്ടു. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഡിസൈൻ. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഡിസൈൻ ബേസിക്കലി സ്പെസിഫിക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോ ഇത് ഈ കുറച്ചെണ്ണം, ഈ ലാസ്റ്റ് ഉള്ള 2-3 ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഒരു അഡീഷണൽ ഇത് ബുക്സിൽ കണ്ടപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, 6th സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ എന്തൊക്കെയായി? റിസർച്ച് പ്രോബ്ലം ആയി, നമ്മൾ എക്സ്റ്റെൻസീവ് ആയ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തു, ഒബ്ജക്റ്റീവ്സ് കണ്ടുപിടിച്ചു, നമ്മുടെ ഹൈപ്പോത്തിസിസ് ആയി. ഹൈപ്പോത്തിസിസ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ റിസർച്ച് ഡിസൈൻ ഏത് വേണമെന്ന് തീരുമാനിച്ചു. അപ്പൊ 5 സ്റ്റെപ്പായി. 6ാമത്തെ സ്റ്റെപ്പാണ് സാമ്പിൾ ഡിസൈൻ. എന്താണെന്ന് സാമ്പിൾ ഡിസൈൻ, സാമ്പിളിംഗ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സാമ്പിളിംഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ, അതായത് നമ്മളൊരു ലാർജ് ഗ്രൂപ്പ്, പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് അഡോളസെൻസ് എടുക്കുന്നു. അപ്പൊ ലോകത്തിലുള്ള എല്ലാ അഡോളസെൻസും നമ്മുടെ പോപ്പുലേഷൻ ആണ്. അല്ലെങ്കിൽ ഇന്ത്യൻ അഡോളസെൻസ് ആണ്. ഇന്ത്യയിലത്തെ എല്ലാ അഡോളസെൻസും നമ്മുടെ പോപ്പുലേഷൻ ആണ്. അതിൽ നിന്ന് നമ്മളൊരു സബ്സെറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കുകയാണ് നമ്മള്. അതിൽ നിന്ന് ഒരു സ്പെസിഫിക്, ഇപ്പൊ ചിലപ്പോ അഡോളസെൻസ് ഇൻ കേരള, അതാണ് നമ്മുടെ സാമ്പിൾ വരുന്നത്. സാമ്പിളിംഗ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു സ്കൂളിൽ നിന്നാണ് എടുക്കുന്നത്, പക്ഷെ ക്ലാസ് 9 ഗേൾസ് ആണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. നമുക്ക് ആ സബ്സെറ്റ് വേണ്ടത്. അപ്പോൾ അവരാകും നമ്മുടെ സാമ്പിള്. ആ പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം ഇന്ത്യയിലത്തെ ഗേൾസിനെ പഠിക്കാതെ, അല്ലെങ്കിൽ മൊത്തം ആ സ്കൂളിലത്തെ ഗേൾസിനെ പഠിക്കാൻ 9th സ്റ്റാൻഡേർഡ് ഗേൾസിനെ മാത്രം എടുത്ത് പഠിച്ചിട്ട് പിന്നെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ നോക്കുകയാണ്. ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താന്ന് എല്ലാവർക്കും അറിയാലോ. സാമ്പിളിംഗ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടൈം, എഫേർട്ട്, കോസ്റ്റ് ഒക്കെ. അവരെല്ലാരെയും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമ്മൾ പരമാവധി ഒരു റെപ്രസെന്റേറ്റീവ് ആയ ഒരു ഗ്രൂപ്പിനെ, അതായത് എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ എടുത്തിട്ട് ആ ഗ്രൂപ്പ് മാത്രം പഠിച്ച് അതിന്റെ ഫൈൻഡിങ്സ് പിന്നെ നമ്മൾ ആപ്ലിക്കബിൾ ആണോ, ലൈക്ക് നമ്മൾ ജനറലൈസ് ചെയ്യാൻ നോക്കും മൊത്തത്തില്. ഓക്കെ, ടാർഗറ്റ് പോപ്പുലേഷനും സാമ്പിളിംഗ് ഫ്രെയിമും. ഇനി നമ്മൾ കുറച്ച് ടേംസ് ആണ് നോക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ടേംസ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ടേംസ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ടേംസ് ഡിഫൈൻ ചെയ്യുന്നത്. ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഗ്രൂപ്പ് യു വാണ്ട് ടു സ്റ്റഡി. അഡോളസൻസ് പഠിക്കണം എന്ന് വെച്ചാൽ ഓൾ ദി അഡോളസൻസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഓൾ ദി വേൾഡിലേക്ക് നമ്മൾ ഓൾ ദി അഡോളസൻസ് ഇൻ ഇന്ത്യ. അപ്പൊ അതാണ് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അഡോളസൻസിന്റെയും ലിസ്റ്റ് ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാമ്പിൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് നമുക്ക് എന്താ വേണ്ടത്. അതിനാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞത്. ആക്ച്വൽ ലിസ്റ്റ് ഫ്രം വിച്ച് സാമ്പിൾ ഇസ് ഡ്രോൺ. അപ്പോ മോസ്റ്റ് കേസസിൽ നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം കാര്യം ഡിഫൈൻ ചെയ്യാൻ നോക്കും. എന്നാലേ നമ്മുടെ സ്റ്റഡിക്ക് ഒരു വാലിഡിറ്റി ഉണ്ടാവും. പ്രോപ്പറായ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ വാലിഡിറ്റി നമ്മുടെ സ്റ്റഡിക്ക് ഉണ്ട്.
സാമ്പിളിംഗ് ബൈ ഫ്രെയിമും പോപ്പുലേഷനും എന്താണ് വ്യത്യാസം, ടാർഗറ്റ് പോപ്പുലേഷനും സാമ്പിളിംഗ് ഫ്രെയിമും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഇങ്ങനത്തെ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഡിഫറൻസ് ടെസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സാമ്പിളിംഗ് യൂണിറ്റും സാമ്പിളിംഗ് എലമെന്റും തമ്മിലുള്ള വ്യത്യാസം. സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലസ്റ്റർ. അപ്പോ സാമ്പിളിംഗ് യൂണിറ്റ് ബേസിക്കലി ഒരു സ്കൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്കൂളിലത്തെ ഉള്ളിൽ നമുക്ക് വേണ്ടത് സ്കൂളിലത്തെ ഉള്ളിലത്തെ സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ സ്പെസിഫിക് സ്റ്റുഡൻസ് ആയിരിക്കും. പക്ഷെ ആ ഫുള്ളായി കൺസിഡർ ചെയ്യില്ലേ, അതിനെയാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ചോദിക്കും ടാർഗറ്റ് പോപ്പുലേഷനും സാമ്പിളിംഗ് യൂണിറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്ന്. നമ്മൾ ഓൾറെഡി സ്റ്റുഡൻസിനെ എടുക്കാൻ തീരുമാനിച്ചു. സ്റ്റുഡൻസ് ഇന്ത്യയിൽ മൊത്തം എടുക്കുമ്പോൾ അത് ടാർഗറ്റ് പോപ്പുലേഷൻ ആണ്. പക്ഷെ സ്കൂളിന്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അതായിരിക്കും സാമ്പിളിംഗ് യൂണിറ്റ്. ഒരു കുറച്ചും കൂടെ സ്പെസിഫിക് ആണ്. അങ്ങനെയാണ് ചോദ്യം. സാമ്പിളിംഗ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് എന്ന് വിളിക്കുന്നില്ലേ, അതാണ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ്. അതായത് നയൻസ് ആ സ്കൂളിലത്തെ ഒരു ഗേള്, അതാണ് സാമ്പിളിംഗ് എലമെന്റ്. അപ്പൊ ആ ഡിഫറൻസും ഓർത്തിരിക്കുക. ഓക്കെ, സ്റ്റെപ്സ് ഇൻ ദ സാമ്പിളിംഗ് പ്രോസസ്സ്. അപ്പൊ നമ്മൾ ആദ്യം ടാർഗറ്റ് പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ടാർഗറ്റ് പോപ്പുലേഷൻ മോസ്റ്റ്ലി ഇൻട്രസ്റ്റ് ബേസിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡീന്റെ ടോപ്പിക് ബേസിലോ ഒക്കെ. അപ്പൊ ഹൂ ആർ വാട്ട് വിൽ യു സ്റ്റഡി? അപ്പൊ സ്കൂൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ബുക്സ്, അങ്ങനെ എൽഡർലി പോപ്പുലേഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ എടുക്കാം. സ്പെസിഫൈ ദ സാമ്പിളിംഗ് ഫ്രെയിം. അപ്പൊ നമ്മുടെ ലിസ്റ്റും ഡേറ്റാബേസും ഏതിനാണ് നമ്മൾ ഈ സാമ്പിൾ ഡ്രോ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ള സാമ്പിളിംഗ് ഫ്രെയിം സ്പെസിഫൈ ചെയ്യും. പിന്നെ സാമ്പിളിംഗ് മെത്തേഡ്, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സാമ്പിളിംഗ് മെത്തേഡ് എടുക്കും. പ്രോബബിലിറ്റി ആണോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് സാമ്പിളിംഗ് സൈസ് എടുക്കും. നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സാമ്പിൾ സൈസ് ആണ്. ഇതൊന്നെങ്കിൽ ടൂൾസിനെ ബേസ് ചെയ്താവും, പ്രിസിഷനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ പോപ്പുലേഷൻ സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള റീസോഴ്സസിനെ ബേസ് ചെയ്തിട്ട് ചില ഫോർമുലകളെ ബേസ് ചെയ്തിട്ട് ഒക്കെയാണ് സാമ്പിൾ സൈസ് വരുന്നത്. പിന്നെ നമ്മൾ ആക്ച്വൽ സാമ്പിൾ യൂണിറ്റ്സും സെലക്ട് ചെയ്യും. ഈ സാമ്പിൾ സൈസിന് വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ്സ്, എത്ര ആക്ച്വൽ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ ഐറ്റംസ് ഇൻവോൾവ് ആണെന്നൊക്കെ. ഒബ്റ്റൈനിങ് ആൻ അഡക്വേറ്റ് സാമ്പിൾ. ഇതൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് ഇപ്പോ ഒരു നമ്പർ കിട്ടി 300 സംതിങ്, അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റണല്ലോ. ഒരു അഡക്വേറ്റ് സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യലും സാമ്പിളിംഗ് പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് വെച്ച് നിർത്താം. ഇപ്പൊ 9 ആയി. നിങ്ങൾക്ക് ഓക്കെ ആണോ ഞാൻ ഈ ടോപ്പിക് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മതിയെങ്കിൽ ഒന്ന് പറയണം. ഇപ്പൊ ഓൾറെഡി 9 ആയി. നിങ്ങൾക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കും കൂടെ അങ്ങ് തീർക്കാം. സാമ്പിളിംഗ് ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി, ഒരാളെങ്കിലും ഇട്ടാൽ മതി ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നോന്നിടാം. ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ഐ ജസ്റ്റ് കണ്ടിന്യൂ. ഓക്കെ ഫൈൻ. ഓക്കെ ശരി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് കൂടെ നോക്കാം. അപ്പൊ ടൈപ്സ് ഓഫ് സാമ്പിളിംഗിൽ ആദ്യം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അതാണ് അതിന്റെ രണ്ട് ഡിസ്റ്റിങ്ഷൻ ആണുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഈച്ച് യൂണിറ്റ് ഹാസ് എ നോൺ സീറോ ചാൻസ്. അതായത് എല്ലാ യൂണിറ്റും പിക്ക് ചെയ്യപ്പെടാൻ അതിന് ഈക്വൽ ആയിട്ട് ഒരു ചാൻസ് ഉണ്ടാവും. നോൺ സീറോ എന്ന് പറയുന്നത് ഈക്വൽ ചാൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു യൂണിറ്റില്, അതായത് ഒരു സ്കൂൾ സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ സ്കൂൾ സ്റ്റുഡൻസിൽ നമുക്ക് വേണ്ടത് സ്കൂൾ ഗേൾസിനാണ്. അപ്പൊ ആ എല്ലാ ഗേൾസും, ആ സ്കൂളിലുള്ള എല്ലാ ഗേൾസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് പിക്ക് ചെയ്യപ്പെടാൻ. ഒരു നോൺ ചാൻസ് ആണ് അതിലൊരാളെയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൽ ആവശ്യമുള്ള അത്ര ആൾക്കാരിൽ. അപ്പൊ അത് ഞാനാകാം, എന്റെ അപ്പുറത്തേക്കുന്ന കുട്ടിയാവാം, ഈ കുട്ടിയാവാം, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ട്. ഒരു ബയസ് ഇല്ല. അപ്പൊ ആര് വേണമെങ്കിലും പിക്ക് ആകാം. അതിനാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ കുറെ ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ എല്ലാ മെമ്പറിനും ഈക്വൽ ചാൻസ് ആണ് ഉള്ളത്.
അപ്പൊ ഈക്വൽ ചാൻസ് ഉള്ളതിനാണ് സിമ്പിൾ ആയിട്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് കുറെ വഴികളുണ്ട്. ലോട്ടറി മെത്തേഡാണ്. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേരൊക്കെ ലോട്ടറി പോലെ റാൻഡമായി ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പണ്ടൊക്കെ പിക്ക് ചെയ്ത് എടുത്ത് ലോട്ടറി പോലെ സെലക്ട് ചെയ്യും നമ്മുടെ സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും ആൾക്കാരെ നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കും. പിന്നെ അല്ലെങ്കിൽ ലിസ്റ്റുകൾ എടുത്തിട്ട് ബേസ്ഡ് ഓൺ നമ്പേഴ്സ് ഒക്കെ നമുക്ക് റാൻഡംലി ജനറേറ്റ് ചെയ്യുന്ന SRS എന്ന് പറയും, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു kth എലമെന്റ്, k എന്നുള്ളത് 2 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 എന്താണെന്ന് വെച്ചാൽ, അപ്പൊ എല്ലാ 10th സ്റ്റുഡന്റും ഒരു ലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഒരു സാമ്പിളിംഗ് ഫ്രെയിം, അതിൽ നിന്ന് എവറി 10th സ്റ്റുഡന്റിനെ പിക്ക് ചെയ്യും, അല്ലെങ്കിൽ എവറി 2nd സ്റ്റുഡന്റിനെ പിക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സാമ്പിൾ സൈസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമ്പിള് ഫോം ചെയ്യുന്നത്. അപ്പൊ അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് റാൻഡം സാമ്പിൾസ് എടുക്കും. ഇപ്പോ ഇതിലാവുമ്പോൾ സ്കൂളിലാവുമ്പോൾ ചിലപ്പോൾ മെയിലും ഫീമെയിൽ സ്റ്റുഡൻസിനെ സ്ട്രാറ്റ ആക്കിയിട്ട് 2 സബ് ഗ്രൂപ്പ് ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ മെയിലും ഫീമെയിലും ആണെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് ഒരു 15 എണ്ണം, ഇപ്പുറത്തുനിന്ന് 15 എണ്ണം, അങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫോം ചെയ്യും. ഇത് ഏറ്റവും ഈസി രീതിയിലാണ്. ശരിക്കും ഇത് കുറെ നോക്കണമെങ്കിൽ കുറെ നോക്കാം. നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി എന്ത് ടൈപ്പ് സാമ്പിളിംഗ് ആണ് എന്നുള്ളത് ഫോർ അവർ എക്സാം പർപ്പസ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോസ് ആയി കാണണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഓൺ ടൈമിൽ പോയി കാണാം. നിറയെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ചേർന്നു എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫുൾ ഇത് കൊടുക്കുക. അപ്പോ യൂട്യൂബിലൊക്കെ നിറച്ച് വീഡിയോസ് ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. സോ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ കാണാം. ക്ലസ്റ്റർ സാമ്പിളിംഗ്, അപ്പൊ പോപ്പുലേഷൻസിനെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഇതായിട്ട് പിന്നെ റാൻഡം ക്ലസ്റ്റേഴ്സ് ചൂസ് ചെയ്യണം. അതായത് അപ്പൊ ക്ലസ്റ്റേഴ്സ് ആകുമ്പോ കുറച്ചും കൂടെ വലിയ ഇതിൽ ആലോചിക്കാം. ക്ലസ്റ്റേഴ്സ് ആകുമ്പോൾ നമ്മള് കുറെ സ്കൂൾസ്, ഇപ്പൊ കുറെ സ്കൂൾസ് ഉണ്ട്. നമ്മളൊരു ഫുൾ ഡിസ്ട്രിക്റ്റിലത്തെ സ്കൂൾസിനാണ് അനലൈസ് ചെയ്യുന്നത്. നമുക്ക് സ്കൂൾസ് പിക്ക് ചെയ്യണം. അപ്പൊ നമ്മള് കുറച്ച് സ്കൂൾസിനെ ഓരോ സ്കൂൾസിനെ ക്ലസ്റ്റർ ആക്കിയിട്ട് പിന്നെ ആ ഫുൾ സ്കൂൾ ചൂസ് ചെയ്യും. അതിട്ട് എല്ലാ സ്റ്റുഡൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിന്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ നമ്മളിപ്പോ 9ാം ക്ലാസ് 10ാം ക്ലാസ് അങ്ങനെ ഓരോരോ ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യും. സ്ട്രാറ്റയിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ സ്ട്രാറ്റയിൽ സബ് ഗ്രൂപ്പ്സിന് അതിൻ്റെതായ എന്തെങ്കിലും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും. ക്ലസ്റ്റേഴ്സിൽ അത്യാവശ്യം റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ നമ്പർ ഓഫ് ബോയ്സും ഗേൾസും ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ പോലെ കമ്പാരിറ്റീവ്ലി ഉണ്ടാകും. അതുകൊണ്ടാണ് അതൊരു ക്ലസ്റ്റർ ആവുന്നത്. മറ്റേതാവുമ്പോൾ സ്ട്രാറ്റ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ഗ്രൂപ്പ് ചെയ്യാണ്. പിന്നെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉപയോഗിക്കാം. ചിലപ്പോൾ നമ്മൾ ആദ്യം ക്ലസ്റ്റർ സാമ്പിളിംഗ് ചെയ്തു, നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് ചെയ്തു, സ്കൂള് പിക്ക് ചെയ്തു, നമ്മൾ കുറെ സ്കൂൾസിൽ നിന്ന് ഒരു സ്കൂള് പിക്ക് ചെയ്തു, പിന്നെ ആ സ്കൂളിൽ നിന്ന് പിന്നെ നമ്മൾ റാൻഡം സാമ്പിളിംഗ് ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ മൾട്ടി സ്റ്റേജ്, അപ്പൊ സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മൾ ഡിസ്ട്രിക്ട്സ് റാൻഡമായി സെലക്ട് ചെയ്യുന്നു, പിന്നെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്കൂൾസ്, പിന്നെ സ്കൂൾസിൽ നിന്ന് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് അതിന് എല്ലാ സ്റ്റേജിലും നമുക്ക് ഓരോരോ മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പൊ അതിന് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നു. ഇതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഈ നോൺ പ്രോബബിലിറ്റിയിൽ സെലക്ഷൻ ഇസ് നോട്ട് റാൻഡം, റാൻഡം അല്ല ഒട്ടും. അപ്പൊ ആരെ പിക്ക് ചെയ്യുന്നൊക്കെ മോസ്റ്റ്ലി നോൺ അല്ല. അപ്പൊ ഫസ്റ്റ് വൺ അതില് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയും. കൺവീനിയൻസ് സാമ്പിളിംഗില് ശരിക്കും കേൾക്കുന്ന പോലെ തന്നെ കൺവീനിയൻസ് ബേസ് ചെയ്താണ്. ആരാണ് അവൈലബിൾ, വഴി കൂടെ പോകുന്ന മുന്നിൽ കാണുന്ന ആൾ അവൈലബിൾ ആണോ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ സ്കൂളിലാണ് നടത്തുന്നത്, നമ്മുടെ സ്കൂളിലാണ് സ്റ്റഡി നടത്തുന്നതൊക്കെ നമുക്ക് അറിയാവുന്നവരോട് പോയിട്ട് നമ്മൾ സ്റ്റഡി ചേർക്കും. അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. പർപ്പസീവ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റൽ സാമ്പിളിംഗിന് നമുക്ക് ഒരു പർപ്പസ് ഉണ്ടാകും. ആ പർപ്പസ് വെച്ചിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇപ്പൊ നമുക്ക് സിംഗിൾ ചിൽഡ്രനെ വേണ്ടത്, നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെ സിംഗിൾ, അതിനൊന്നും ലിസ്റ്റ് ഉണ്ടാവില്ല സ്കൂളില്. ഇപ്പൊ
അങ്ങനത്തെ ലിസ്റ്റ് ഇല്ലാത്ത ഡിഫൈൻഡ് അല്ലാത്ത പോപ്പുലേഷൻ ഒക്കെ ആകുമ്പോഴാണ് യൂഷ്വലി നമ്മൾ നോൺ പ്രോബിലിറ്റിയിലേക്ക്. പ്രോബിലിറ്റി ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ലിസ്റ്റ് വേണം, അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രെയിം വേണം. സാമ്പിളിംഗ് ഫ്രെയിം ഇല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ സെക്സ് വർക്കേഴ്സിന്റെ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുടെ, അല്ലെങ്കിൽ ഇപ്പൊ LGBTQ കമ്മ്യൂണിറ്റിയെ നമ്മൾ സ്റ്റഡി ചെയ്യാണ്. അപ്പൊ അതിനൊന്നും നമുക്ക് ലിസ്റ്റ് ആയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ പോപ്പുലേഷൻസ് വരുമ്പോൾ വൾണറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലിസ്റ്റ് ഇല്ലാത്തുള്ള, വെൽ ഡിഫൈൻഡ് അല്ലാത്ത പോപ്പുലേഷൻ വന്നു കഴിയുമ്പോൾ എന്താ, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പൊ പർപ്പസീവ് സാമ്പിളിംഗിലേക്ക് വരുമ്പോൾ തിരിച്ച് ഒരു പർപ്പസ് ഉണ്ടാവും അതിനെ ബേസ് ചെയ്ത്. ഇപ്പൊ നമുക്ക് സിംഗിൾ ചിൽഡ്രൻ നമുക്ക് കുറച്ചുപേരെ അറിയാം, നമ്മളൊരു സ്കൂളിലാണ് നടത്തുന്നതെന്നൊക്കെയാണ്. നമ്മൾ അവരോട് പോയിട്ട് ബേസ്ഡ് ഓൺ അവർ പർപ്പസ്, അതെ ഇതാണ് ഞങ്ങൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, നീ സിംഗിൾ ചൈൽഡ് ഉള്ളതുകൊണ്ട് നിനക്ക് എന്റെ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ, ഒരു പർപ്പസ് വെച്ചിട്ടാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ ജനറലി ഒരു പോപ്പുലേഷനിൽ പോയിട്ട് പറയും എനിക്ക് എന്റെ സ്റ്റഡിയിലേക്ക് വേണ്ടത് സിംഗിൾ ചിൽഡ്രൻ ആയിട്ടുള്ള പിള്ളേരാണ്, നല്ലൊരു പർപ്പസ് ഓൾറെഡി കൊടുക്കുകയാണ്. അപ്പോൾ അവരെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്റ്റഡിയിലേക്ക് കയറ്റും. നമ്മുടെ ആവശ്യം, നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമ്മൾ അവരെ സ്റ്റഡിയിലേക്ക് കയറ്റലാണ് പർപ്പസീവ് സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് പോലെയാണ്, പക്ഷെ നോൺ റാൻഡം. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നമ്മൾ കണ്ടു, ഓരോ സ്ട്രാറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് റാൻഡംലി ചൂസ് ചെയ്യാണ്. ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. കറക്റ്റ് ഓപ്പോസിറ്റ് എന്നല്ല, നമ്മൾ സ്ട്രാറ്റിഫൈ ചെയ്യുന്നു പക്ഷെ റാൻഡം ആയിട്ടല്ല പിക്ക് ചെയ്യുന്നത്. അടുത്തത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിംഗ് എസ്പെഷ്യലി യൂസ്ഫുൾ വൾണറബിൾ കമ്മ്യൂണിറ്റീസിലൊക്കെയാണ്. ഇപ്പോൾ നമ്മള് ഒരു സെക്സ് വർക്കേഴ്സിന്റെ അടുത്താണ് പോവാണ്, നമുക്ക് ഒരാളായിട്ട് കോണ്ടാക്ട് ഉണ്ട് പക്ഷെ വേറെ ഒരാളായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പൊ അവര് വഴി ഫസ്റ്റ് ഒരു പാർട്ടിസിപ്പന്റ് അടുത്ത് പോയി നമ്മൾ അവരെ നമ്മുടെ സ്റ്റഡിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് അവര് വഴി എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസിൽ നിന്ന് അവരെ റെഫർ ചെയ്ത് വേറൊരാളുടെ അടുത്തേക്ക് അവര്, പിന്നെ അതൊരു നെറ്റ്വർക്ക് പോലെ. അപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് റെഫർ ന്യൂ വൺസ്. അപ്പോ ഹാർഡ് ടു റീച്ച് പോപ്പുലേഷൻസ്, ഹിഡൻ പോപ്പുലേഷൻസ്, ഡ്രഗ് യൂസേഴ്സിനാണ് ബാക്കി ഡ്രഗ് യൂസേഴ്സിനെ അറിയുന്നുണ്ടാവുള്ളൂ, അതിനൊന്നും സ്പെസിഫിക് ആയി ലിസ്റ്റ് ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഗുണ്ടകളെ വേണം ഇന്റർവ്യൂ ചെയ്യാൻ, ഇപ്പൊ അവരുടെ ലൈഫ് എങ്ങനെയാണെന്നാണ് റിസർച്ച് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഗുണ്ടയോടും മറ്റേ ഗുണ്ടയുടെ പേര് പറയാൻ പറയും, അപ്പൊ അവര് വേറെ ആളുടെ പറയും. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ റിസർച്ച് നടത്തും നമ്മുടെ. അടുത്തത് ഹാപ്ഹസാർഡ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ആക്സിഡന്റൽ സാമ്പിളിംഗ്. ഇത് ടെക്നിക്കലി ഇതിലുള്ളതല്ല, ഇതില് ഒരെണ്ണം കൂടെ ഉണ്ട്, കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ട്. ഹാപ്ഹസാർഡ് കോട്ട സാമ്പിളിംഗ് ആക്ച്വലി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു, അത് ഞാൻ വേണമെങ്കിൽ നാളെ കവർ ചെയ്യാം. പക്ഷെ ബേസിക്കലി ഓക്കെ, ഹാപ്ഹസാർഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ടെക്നിക്കും ഇല്ല. ഒട്ടും സ്ട്രക്ചർ ഇല്ലാണ്ട് പാർട്ടിസിപ്പൻസ് തോന്നിയ പോലെ ഇൻഫോർമലി, ഒരു സാമ്പിളിംഗ് ഫ്രെയിം ഇല്ല എന്നില്ലാണ്ട്, ഹൈ റിസ്ക് ഓഫ് ബയസ് ആൻഡ് നോൺ റെപ്രസെന്റേറ്റീവ്നെസ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ചിലപ്പോൾ ഹാപ്ഹസാർഡ് സാമ്പിളിംഗ്, ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്നൊക്കെ ഓപ്ഷൻസിൽ വരാം. അപ്പൊ നിങ്ങൾക്ക് വെരി ഈസിലി അത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് ആ പേര് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിടുന്നത്. ഓക്കെ, സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ ലാസ്റ്റ് 2-3 സ്ലൈഡ്സ് ആണ്. സാമ്പിൾ സൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ പോപ്പുലേഷൻ സൈസ് അനുസരിച്ച് ഡിറ്റർമൈൻ ചെയ്യാം. വേരിയബിലിറ്റി ഇൻ പോപ്പുലേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണുള്ളത്, കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് കവർ ചെയ്യാം. മാർജിൻ ഓഫ് എറർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബയസ് കാരണോ അല്ലെങ്കിൽ നമ്മുടെ ടൂളിന്റെ പ്രശ്നം കാരണം, നമുക്ക് അവൈലബിൾ ഉള്ള സാമ്പിളിംഗ് ഫ്രെയിമിന്റെ പ്രശ്നം കാരണം, ആൾക്കാരുടെ പ്രശ്നം കാരണം, അവൈലബിലിറ്റി, ഫീസിബിലിറ്റി, കാശില്ലായ്മ, റിസോഴ്സ് ഇല്ലായ്മ, ഇതൊക്കെ വലിയ ഇഷ്യൂസ് ആണ്. അപ്പൊ ഇതൊക്കെ കാരണം സാമ്പിൾ നമുക്ക് എറർ വരാം, തെറ്റ് വരുത്താം. അപ്പൊ ആ എററും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുടെ സർവേ ചെയ്ത് വാങ്ങിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് കുറെ പേര് തെറ്റിച്ചാണ് സർവേ ചെയ്തേക്കുന്നത്. അപ്പൊ ആ എറർ കൺസിഡർ ചെയ്യാം. ആ മാർജിൻ ഓഫ് എറർ നമ്മൾ പൊതുവെ ഒരു 6 to 10% ആണ് എടുക്കാറ്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾ സൈസ് വലുതാക്കുക. നമ്മൾ ചിലപ്പോ നമുക്കൊരു 230 പേരായിരിക്കും വേണ്ടത്, നമ്മൾ 10% കൂടെ കൂട്ടിയെടുക്കും, 253 ആക്കും. എന്തുകൊണ്ടാ? ആ 23 പേര് പോയാലും
ആ ഒരു 10% തെറ്റിപ്പോയാലും നമ്മുടെ പോപ്പുലേഷൻ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ആഡക്വേറ്റ് ആയിട്ടുള്ള സൈസ് ഉണ്ടാവും അതിനു വേണ്ടി. പിന്നെ ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ് അതൊരു വലിയ കാര്യമാണ്. ടൈമും കോസ്റ്റ് റിസോഴ്സസ് കൺസ്ട്രെയിൻസ് ഒക്കെ ബേസ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ സാമ്പിൾ സൈസ് ജസ്റ്റിഫൈ ചെയ്ത് കുറയ്ക്കും. ചിലപ്പോൾ നമുക്ക് എല്ലാവരും എത്തിപ്പെടാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യണം. നമ്മുടെ ഇതൊക്കെ വെച്ച് ഡിറ്റർമിൻ ചെയ്തപ്പോൾ 30 അല്ല ഒരു 50 പേരെ ചെയ്യണം. പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. നമുക്ക് 5 പേരെ ചെയ്യാനേ ടൈമുള്ളൂ. നമ്മൾ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈ ചെയ്ത് നമ്മൾ കുറയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ലാർജ് സാമ്പിൾസ് ആണ് എപ്പോഴും നല്ലത്. കാരണം കുറേയും കൂടെ പോപ്പുലേഷൻ വരും. അപ്പൊ കുറെ ടൈപ്പ് ആൾക്കാരുടെ ഒപ്പീനിയൻസ്, കുറെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമുക്ക് കയറ്റാം. അപ്പൊ ജനറലൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കുറെ കൂടെ വലിയ പോപ്പുലേഷൻ, കുറെ കൂടെ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ എന്ന് പറയുന്നത്. റെപ്രസെന്റേറ്റീവ് സാമ്പിൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. നിങ്ങൾ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ആക്കാനാണ് നമുക്ക് മാക്സിമം നോക്കാം. കുറെ ടൈപ്പ് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്ത്, കുറെ പെർസ്പെക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്ത്. അപ്പൊ നമുക്ക് ഇതേ സാധനം അപ്പൊ കുറെ കൂടെ വലിയ പോപ്പുലേഷനിൽ ആപ്ലിക്കബിൾ ആണല്ലോ. അപ്പൊ ഇത് തന്നെ നമുക്കപ്പോൾ വേറൊരു രാജ്യത്തും ആപ്ലിക്കബിൾ ആവാൻ ചാൻസ് കൂടുതലാണ്. സ്മോൾ സാമ്പിൾസ് ആകുമ്പോൾ ബയസ് കൂടാനും എറർ കൂടാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇതില് സാമ്പിളിങ് എറേഴ്സ് വരാം. അപ്പോ നമ്മൾ സാമ്പിൾ എടുക്കുന്നതിന്റെ, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന സാമ്പിളിനെ ബേസ് ചിലപ്പോൾ സാമ്പിൾ ഫുള്ളി റെപ്രസെന്റേറ്റീവ് ആയിരിക്കില്ല. ചിലപ്പോ നമ്പർ ഓഫ് ഗേൾസ് കൂടും. ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് തന്നെ എടുക്കുകയാണ്. നമ്മൾ എടുത്ത സാമ്പിൾ റാൻഡമായി ചൂസ് ചെയ്തപ്പോൾ 10 പേരിൽ 10 നമ്മുടെ സാമ്പിൾ സൈസ്. അതിൽ 8 ഗേൾസ് 2 ബോയ്സ് ആണ്. അപ്പോ എന്ത് ഒപ്പീനിയൻ വന്നാലും അത് ഗേൾസിന്റെ സൈഡിലേക്ക് തിരിച്ചിട്ടാണല്ലോ നല്ല രീതിയിൽ. അപ്പൊ അത് നമ്മൾ പിന്നെ ജനറലൈസ് ചെയ്ത് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സാമ്പിളിങ് അർത്ഥമാവും. കാരണം നമ്മുടെ ഡാറ്റ അപ്പോൾ ഒട്ടും ജനറലൈസബിൾ അല്ല ആ ഫുൾ ക്ലാസ്സിന് വേണ്ടി, ഒട്ടും റെപ്രസെന്റേറ്റീവ് അല്ലാത്തതുകൊണ്ട്. അപ്പൊ സാമ്പിളിങ് എറർ എന്ന് പറയും. നോൺ സാമ്പിളിങ് എറർ എന്ന് പറഞ്ഞാൽ ഫോൾട്ടി ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ എറർ പ്രശ്നമോ, റെക്കോർഡ് ചെയ്തപ്പോഴുള്ള പ്രശ്നം, കേട്ട പ്രശ്നം, ബയസിന്റെ ഇഷ്യൂസ്, അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നോൺ സാമ്പിളിങ് എറർ എന്ന് പറയാം. സാമ്പിളിങ് എറർ പെട്ടെന്ന് മനസ്സിലാവും. ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആൾക്ക് മനസ്സിലാവും. നോൺ സാമ്പിളിങ് എറേഴ്സ് ആണ് ആക്ച്വലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ബയസ് ഒക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ബയസ് ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളതല്ലേ. അപ്പൊ അതൊക്കെ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതൊക്കെ നമ്മുടെ റിസർച്ചിനെ അഫക്ട് ചെയ്തോന്നാ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോ അതാണ് കൂടുതൽ ഡിറ്റക്ട് ചെയ്യണം. അപ്പൊ ആ ലൈൻ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ചിലപ്പോൾ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാലോ. സോ നോൺ സാമ്പിളിങ് എറേഴ്സ് ആർ മോർ സീരിയസ് ആൻഡ് ഹാർഡർ ടു ഡിറ്റക്ട്. അപ്പൊ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ആൻഡ് ബയസ്. അപ്പൊ ഇതാണ് റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് റിഫ്ലെക്ട്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ. അതാലോചിക്കാം. പിന്നെ സാമ്പിളിംഗ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്. അപ്പൊ ആരെങ്കിലും നമ്മൾ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് അവോയ്ഡ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ടാകാം. ചിലപ്പോ ഡിസേബിൾഡ് ആൾക്കാരായിരിക്കാം നമ്മൾ അവോയ്ഡ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളിൽ തന്നെ ആണുങ്ങളെയാണ്, 8 പെൺപിള്ളേരും 2 ആൺപിള്ളേരാണ്. അപ്പൊ നമ്മൾ ആണുങ്ങളെയാണ് സിസ്റ്റമാറ്റിക്കലി എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പെണ്ണുങ്ങളെയാണ് ഓവർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊരു സാമ്പിളിംഗ് ബയസ് ആയി മാറാം. പ്രോപ്പറായിട്ട് സാമ്പിളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചെയ്താൽ ആ റെപ്രസെന്റേറ്റീവ്നെസ്സും ആ ബയസും ഒക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാം. പക്ഷെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ചെയ്യുമ്പോഴും പിന്നെ ഭയങ്കര വൾണറബിൾ പോപ്പുലേഷൻ വെച്ച് ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യുമ്പോഴും നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കല് പോസിബിൾ അല്ല. പൈലറ്റ് ടെസ്റ്റ്. പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫൈനലായിട്ട് സാമ്പിളിംഗ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷന് മുന്നൊക്കെ നമ്മൾ സ്മോൾ സ്കെയിൽ ട്രയൽ നോക്കുകയാണ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സും നമ്മുടെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാം. നമ്മുടെ എറർ കുറയ്ക്കാൻ വേണ്ടി, മൊത്തത്തിലുള്ള എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടി, വേറെ ഇഷ്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ ടൈം എത്ര എടുക്കും, ഒരു കുഞ്ഞു ഗ്രൂപ്പുമാണ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന് മുമ്പ് ഒരു സ്മോൾ സ്കെയിൽ ട്രയൽ നടത്തുന്നതാണ് പൈലറ്റ് ടെസ്റ്റിംഗ്. ഇനി പൈലറ്റ് ടെസ്റ്റിങ്ങിന് ക്വസ്റ്റ്യൻ വരുന്ന, ലൈക്ക് പൊതുവെ കൺഫ്യൂസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീ ടെസ്റ്റിംഗ് എന്ന് പറയും. പ്രീ ടെസ്റ്റിംഗ് ഇത് മൊത്തത്തിലുള്ള ട്രയലാണ്. അപ്പൊ ഇത് ഇൻസ്ട്രുമെന്റ്സ് മാത്രം ടെസ്റ്റ് ചെയ്യാനല്ല, മൊത്തത്തിലുള്ള പ്രോസസ്സ് ടെസ്റ്റ് ചെയ്യാൻ. എങ്ങനെ ഇന്റർവ്യൂ ചെയ്യും, എത്ര ടൈം എടുക്കും, എന്തൊക്കെ റിസോഴ്സസ് എടുക്കും, മൊത്തത്തിലുള്ള നമ്മുടെ ഫുൾ സ്റ്റഡിയാണ് നമ്മൾ പൈലറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്.
പ്രീ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ്. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെയർസ്, ഇന്റർവ്യൂ ഷെഡ്യൂൾസ്, അങ്ങനെ ഈ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പൊ സർവേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ പ്രത്യേക ടൂള് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അത് ആൾക്കാർക്ക് മനസ്സിലാവുകയുണ്ടോ, ഇത് നമ്മൾ ചിലപ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ട്രാൻസ്ലേഷൻ ഓക്കെ ആണോ, ആൾക്കാർക്ക് അത് ഗ്രാസ്പ് ആവുന്നുണ്ടോ, കുറെ ടൈം എടുത്തിട്ട് ആൾക്കാർക്ക് മടുക്കുന്നുണ്ടോ? കാരണം മടുത്തു കഴിഞ്ഞാലും വേറെ ബയസ് വരാം, പഠിച്ച ബയസുകൾ എക്സ്പെക്ടൻസി ബയസ് വരാം. നമ്മൾ എന്താണ് ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നത്, അവരത് ടിക്ക് ചെയ്ത് പോകും, മര്യാദക്ക് ആലോചിച്ചത് എഴുതാതെ. അപ്പൊ അത് പ്രീ ടെസ്റ്റിംഗ്, ഇത് പൈലറ്റ് ടെസ്റ്റിംഗ്. അതാണ് ആകെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയി വരാനൊരു സാധനം. അത് ശ്രദ്ധിക്കുക. പൈലറ്റ് ടെസ്റ്റിംഗ് മൊത്തത്തിലുള്ള സ്റ്റഡി നമ്മൾ സ്മോൾ സ്കെയിലിൽ കണ്ടിട്ട്, പ്രീ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് മാത്രം ടെസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഇൻസ്ട്രുമെന്റ്സും പ്രൊസീജിയേഴ്സും ടെസ്റ്റ് ചെയ്യാണ്. ക്രെജിയൻ മോർഗൻ ഫോർമുല ഇത് ഞാൻ അഡീഷണൽ ആഡ് ചെയ്തതാണ്. ക്രെജിയൻ മോർഗൻ ഫോർമുല മാസ്റ്റേഴ്സ് ലെവലിൽ ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ പറയാണ്. ക്രെജിയൻ മോർഗൻ ഫോർമുല ആണ് നമ്മൾക്കൊരു ഫൈനൈറ്റ് പോപ്പുലേഷൻ, അതായത് ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ ആണ് സ്കൂൾ സ്റ്റുഡൻസ്. നമ്മുടെ മെയിൻ എക്സാമ്പിൾ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരാകുമ്പോൾ നമുക്ക് പ്രോപ്പർ ലിസ്റ്റ് ഉണ്ട്, സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ട്, ഡിഫൈൻഡ് ആണ്. സ്കൂളിൽ ചിലപ്പോൾ 3000 പിള്ളേരാണ്. അപ്പോൾ ഒരു ഫൈനൈറ്റ് പോപ്പുലേഷൻ ആണ്. ഫൈനൈറ്റ് പോപ്പുലേഷൻ ആകുമ്പോൾ ക്രെജിയൻ മോർഗൻ ഫോർമുലയോ ക്രെജിയൻ മോർഗൻ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ പോപ്പുലേഷൻ നമ്പർ, പ്രോപ്പർ നമ്പർ ഉണ്ടെങ്കിൽ ആ പ്രോപ്പർ നമ്പറിന് എത്ര സാമ്പിൾ സൈസ് എടുക്കണ്ടേ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഉണ്ട് ക്രെജിയൻ മോർഗൻ. അപ്പോ 1000 പേരുണ്ടെങ്കിൽ എത്ര സാമ്പിൾ സൈസ് എടുക്കണം, 3000 പേരുണ്ടെങ്കിൽ എത്ര സാമ്പിൾ സൈസ് എടുക്കണം, 10,000-ന് മുകളിൽ സാമ്പിൾ ഉണ്ടെങ്കിൽ എത്ര സാമ്പിൾ സൈസ് എടുക്കണം, എല്ലാത്തിനും ഇതുണ്ട്. ഇനിയിപ്പോ ആ ലിസ്റ്റിലില്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ക്രെജിയൻ മോർഗൻ ഫോർമുല ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്മുടെ സാമ്പിൾ സൈസ് വേണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. സോ അഗൈൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ്. സോ അതായി ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനിയുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6 എത്തിയിട്ടുള്ളൂ. ഇനി സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ ഇനി പറഞ്ഞാൽ ഇത് ഭയങ്കര ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ആവും. ഇതിലുള്ള ഗുണം PYQs ആണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ കിട്ടുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. PYQs-ന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വെരി സ്ട്രേറ്റ് ഫോർവേഡ് PYQs ആണ്. ആപ്ലിക്കേഷൻ ലെവലിൽ ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല. ഞാൻ നോക്കാം കുറച്ചും കൂടെ റീസെന്റ് പേപ്പേഴ്സിലേക്ക്. ബട്ട് ഇതിൽ മോസ്റ്റ്ലി തിയറട്ടിക്കൽ ബേസ് ആണ് വേണ്ടത്. കുറെ പോർഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ പരമാവധി റിവൈസ് ചെയ്യുക. നിങ്ങൾ നോക്കി വായിച്ച് പഠിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് യൂട്യൂബിൽ പോയി കാണാം, കണ്ട് റിവൈസ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് നിർത്താം. എനിക്കും തൊണ്ട ഇതായി. സോ എല്ലാവരും പറ്റിയാൽ റിവൈസ് ചെയ്തിട്ട് തന്നെ ഇതാക്കുക. ഞാൻ നോട്ട്സും PYQs ഒക്കെ നാളെ അയക്കാം. കാരണം ഇപ്പൊ എൻ്റെ ഇല്ല ഇത്, കാരണം കുറച്ചും കൂടെ പോർഷൻ കവർ ചെയ്യാറുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് അയക്കാം. PPT എന്തായാലും ഗ്രൂപ്പിലുണ്ടല്ലോ, PPT തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. PPT ഞാൻ ഡീറ്റെയിൽഡ് ആക്കുന്നത് തന്നെ നോട്ട്സിന് പകരമായിട്ടാണ്. ആൻഡ് നാളെ ഞാൻ ഒന്നും കൂടെ എറേഴ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. സോ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക.